Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാണ്ട വിഷന്റെ എപ്പിസോഡ് 2 and 3 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടെന്താന്ന് വെച്ചാൽ വാണ്ടയും വിഷനും മാരേജ് കഴിഞ്ഞ് വെസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് താമസിക്കാൻ വരുവാണ്. അവരുടെ സൂപ്പർ പവറുകൾ അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് ഒളിച്ചു വെച്ച് അവരിൽ ഒരാളായി ജീവിക്കാനാണ് വാണ്ടയും വിഷനും ആഗ്രഹിക്കുന്നത്. വാണ്ട വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ആരും കാണാതെ അവൾ അവളുടെ പവർ യൂസ് ചെയ്യാറുണ്ട്. എന്ത് കാര്യത്തിനും സഹായത്തിന് വേണ്ടി ആഗ്നസ് എന്ന് പറയുന്ന ഒരു അയൽക്കാരിയും ഒരു പുതിയ കൂട്ടുകാരിയും വാണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. വിഷൻ കമ്പ്യൂട്ടർ സർവീസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും ചെയ്യുന്ന വർക്ക് എന്താണ്, എന്തിനു വേണ്ടിയാണെന്ന് വിഷൻ എപ്പോഴും മനസ്സിലാവുന്നില്ല. വിഷന്റെ ബോസ് ആയിട്ടുള്ള മിസ്റ്റർ ഹാർട്ടും ഭാര്യയും കൂടി വിഷന്റെ വീട്ടിലേക്ക് ഡിന്നറിന് വേണ്ടി വരുവാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വാണ്ടയും വിഷനും കൂടി അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ എല്ലാം ഒരുക്കി കൊടുത്തു. പക്ഷെ ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് മിസ്റ്റർ ഹാർട്ട് വാണ്ടയുടെയും വിഷന്റെയും മുൻപത്തെ ജീവിതത്തെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാണ്. അതിനെപ്പറ്റി ഓർത്തെടുക്കാൻ വാണ്ടയ്ക്കും വിഷനും പറ്റുന്നില്ല. മിസ്റ്റർ ഹാർട്ടിന്റെ ഭാര്യയാണെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് മിസ്റ്റർ ഹാർട്ടിന്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി താഴെ വീഴുകയും വാണ്ട പറഞ്ഞതനുസരിച്ച് വിഷൻ അയാളെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം മുൻപ് നടന്ന കാര്യങ്ങളെ പറ്റിയൊന്നും വലുതായിട്ട് ആലോചിക്കാതെ വാണ്ട അവരുടെ രണ്ടുപേരുടെ കയ്യിലും ഒരു വെഡ്ഡിംഗ് റിംഗ് നിർമ്മിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് എപ്പിസോഡിൽ സംഭവിച്ചത്. ആദ്യമായിട്ട് കാണുന്ന ഏതൊരാൾക്കും കൺഫ്യൂഷൻ മാത്രമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ എല്ലാ സംശയവും എന്തായാലും മാറും. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. വാണ്ടയുടെയും വിഷന്റെയും മനോഹരമായ ജീവിതത്തിന്റെ സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ കാണാൻ പോവാണ്. കുറച്ചു കാലം കടന്നുപോയി. അവരിപ്പോ നല്ല സന്തോഷത്തോടെ ജീവിക്കുക. എന്തോ രണ്ടുപേരും വേറെ കിടക്കയിലാണ് കിടക്കുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ പിണക്കം കാരണമായിരിക്കും. രണ്ടുപേരും ഉറങ്ങുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുവാണ്. വാണ്ട പെട്ടെന്ന് കിടന്ന സ്ഥലത്ത് തന്നെ കിടന്ന് ലൈറ്റ് ഓൺ ആക്കി. എന്റെ വാണ്ട മോളെ, എന്തിനാ നീ വെറുതെ ആവശ്യമില്ലാതെ പവർ ഉപയോഗിക്കുന്നത്? എന്റെ തൊട്ടടുത്തല്ലേ ലൈറ്റ്, ഞാൻ ഓൺ ആക്കിക്കോളാം. വിഷൻ പുറത്തേക്ക് നോക്കിയപ്പോ അവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. വാണ്ട നട്ടുപിടിപ്പിച്ച കുറെ റോസ് ചെടികൾ മാത്രമേ അവിടെ ഉള്ളൂ. വാണ്ടയാണെങ്കിൽ പേടിച്ചിരിക്കുക. വിഷൻ, നിനക്ക് രാത്രി കാണാൻ പറ്റുന്ന നൈറ്റ് വിഷൻ ഇല്ലേ, അത് വെച്ച് നോക്ക്. എന്റെ പൊന്നുമോളെ, ഞാൻ അത് വെച്ച് തന്നെ നോക്കുന്നത്. ഇവിടെ ഒന്നും കാണുന്നില്ല. നീ പേടിക്കണ്ട, ഞാനില്ലേ. പെട്ടെന്നാണ് വീണ്ടും ഒരു സൗണ്ട് കേൾക്കുന്നത്. വിഷൻ പെട്ടെന്ന് പേടിച്ച് ബെഡിൽ വന്ന് പുറച്ചു കിടക്കുവാണ്. ഇതാണ് വിഷൻ നിന്റെ ധൈര്യം. സമ്മതിച്ചിരിക്കുന്നു. എന്ത് ചെയ്യാനാ വേണ്ട, ഇവിടെ കുറെ അലവലാദികൾ ഉണ്ടെന്ന് ഞാൻ ഒരു സംസാരം കേട്ടു. ഈ വില്ലേജിൽ കുറച്ച് ദിവസമായിട്ട് കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്ന് കേൾക്കുന്നത്. ആൾക്കാർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അത്ര. ഓരോ ആൾക്കാർ എന്തൊക്കെയാ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, ചിലര് ചുമരിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകും. റോബോട്ടിന്റെ തല മാറ്റി മനുഷ്യന്റെ തലയാക്കും. വേറെ ചിലരാണെങ്കിൽ സാധനങ്ങൾ കൈകൊണ്ട് പറപ്പിക്കും. എന്റെ വിഷൻ, അവര് ചിലപ്പോൾ നമ്മളെ പറ്റിയായിരിക്കും പറഞ്ഞത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നോ വേണ്ട, നമ്മളെ പറ്റി അവർക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല സ്മാർട്ട് ആയിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്. ആർക്കും നമ്മളെ പറ്റി ഒരു സംശയം തോന്നില്ല. പെട്ടെന്ന് വീണ്ടും പുറത്ത് സൗണ്ട് കേൾക്കുവാണ്. വാണ്ട പെട്ടെന്ന് രണ്ട് കട്ടിലും കൂടി അടുത്തേക്ക് അടുപ്പിക്കുവാണ്. വാണ്ട, പുറത്ത് എന്താ സൗണ്ട് നമ്മളിൽ ഒരാൾ കണ്ടുപിടിച്ചേ പറ്റൂ. അതെ വിഷൻ, നമ്മൾ ഒരാൾ കണ്ടുപിടിക്കണം. അതാരാന്നാണ് നീ തീരുമാനിക്കേണ്ട. എന്നാൽ നീ തന്നെ അങ്ങോട്ട് കണ്ടുപിടിക്കുവാണ്ട. ഓക്കെ വിഷൻ, എനിക്ക് ധൈര്യമുണ്ട്, ഞാനിപ്പോ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞു വാണ്ട ജനലിന്റെ കർട്ടൻ മാറ്റുവാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് പുറത്ത് മരത്തിന്റെ ചില ജനലി വന്നിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുവാണ്. അതിന്റെ ഒച്ചയായിരിക്കും കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ രണ്ടുപേർക്കും സമാധാനമായി. കണ്ടോ വിഷൻ, ഇത്രയുള്ള കാര്യം. താങ്ക് യു വാണ്ട, അല്ലെങ്കിൽ എനിക്കിന്ന് പേടിച്ച് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. പെട്ടെന്ന് വിഷന്റെ മൂഡ് മാറി. വാണ്ട മോളെ, പറ വിഷൻ, നീ നേരത്തെ നിന്റെ ശക്തി ഉപയോഗിച്ച് ലൈറ്റ് കെടുത്തില്ലേ, അതുപോലെ ഒന്നും കൂടി ലൈറ്റ് കെടുത്ത്. എന്തിനാ വിഷൻ? ഓ, ഒന്നും അറിയാത്ത പോലെ കൊച്ചു കള്ളി. അങ്ങനെ പറഞ്ഞ അവർ ലൈറ്റ് ഓഫ് ആക്കുവാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി പുതപ്പിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. എല്ലാ സിനിമകളിലും സീരിയലുകളിലും കാണുന്ന പോലെ തൊട്ടടുത്ത സീനുകളൊന്നും ഈ ഷോയിൽ കാണിക്കുന്നില്ല. എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. ഈ വാണ്ട വിഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീരീസ് ആണ്. ഈ കഥ നടക്കുന്നത് 1950-ലാണ്. പക്ഷേ ഇത് ഏതോ ഒരു TV സ്ക്രീനിൽ കൂടെ 2023 ആരോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പോലെ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, പോകെ എല്ലാം മനസ്സിലാവുമായിരിക്കും. എന്തായാലും വാണ്ട വിഷൻ എപ്പിസോഡ് 2ന്റെ ഇൻട്രോ സീനിൽ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. വിഷൻ എന്നും വർക്കിന് പോകുന്നു. വിഷൻ ആവശ്യമുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒക്കെ ചുമരുകളിനുള്ളിൽ കൂടെ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. വാണ്ട ആളുകൾ കാണാതെ അവളുടെ കഴിവുകൾ ഉപയോഗിക്കാറുണ്ട്. ബാക്കിയുള്ളവർ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വിഷൻ അങ്ങനെ ചെയ്യുന്ന പോലെ അഭിനയിക്കും. അവനൊരു റോബോട്ട് ആയതുകൊണ്ട് അവന് കഴിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. എന്തായാലും അയൽക്കാരും ഒക്കെ ആയിട്ട് അവർ അത്യാവശ്യം കൂട്ടായി തുടങ്ങി. എന്തായാലും ഇന്ന് വാണ്ടയും വിഷനും പുതിയൊരു പ്ലാനില്ല, ഒരു മാജിക് ഷോ നടത്താൻ പോവാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ വെസ്റ്റ് വ്യൂ വില്ലേജിൽ എല്ലാവരും ചേർന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റി ഇവന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും ഓരോ പരിപാടികൾ അവതരിപ്പിക്കും. കൂട്ടത്തിൽ വെസ്റ്റ് വ്യൂവിലെ പുതിയ താമസക്കാരായിട്ടുള്ള വാണ്ടയും വിഷനും ഒരു മാജിക് ഷോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിന്റെ പ്രാക്ടീസിലാണ് രണ്ടുപേരും. എങ്ങനെയെങ്കിലും അയൽക്കാരെയൊക്കെ ഇംപ്രസ് ചെയ്തേ പറ്റൂ. വിഷൻ കാണികളെ സ്വാഗതം ചെയ്യുന്ന പോലെ സംസാരിക്കുന്നു. ആ സമയത്ത് ഒരു പ്രത്യേക അലമാരിയും കൊണ്ട് വാണ്ട അങ്ങോട്ട് വരുവാണ്. ഈ ബോക്സ് വെച്ചിട്ടാണ് ഇവർ മാജിക് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ മാജിക് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ മഹാമാന്ത്രികനായ വിഷൻ, ഇതെന്റെ അസിസ്റ്റന്റും ഭാര്യയുമായിട്ടുള്ള വാണ്ട. ഇത്രയും ഭംഗിയുള്ള വാണ്ടയെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. വാണ്ട ഈ പെട്ടിയുള്ളിലേക്ക് കയറിയ ഉടനെ ഞാൻ മാജിക് കൊണ്ട് വാണ്ടയെ അപ്രത്യക്ഷമാക്കി മാറ്റും. ഇത് കണ്ട് നിങ്ങൾ ഓരോരുത്തരും ഞെട്ടും, ഇല്ലെങ്കിൽ ഞാൻ ഞെട്ടിക്കും. വാണ്ട മാഞ്ഞു പോട്ടെ. അങ്ങനെ പറഞ്ഞ് വിഷൻ ബോക്സ് തുറക്കുമ്പോൾ ഉള്ളി കയറിയ വാണ്ടയെ കാണാനില്ല. പക്ഷേ ആക്ച്വലി അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ആയിരുന്നു. ഈ പെട്ടിയുടെ ഉള്ളിൽ വാണ്ടയ്ക്ക് കയറി നിൽക്കാനുള്ള വേറെ സ്ഥലമുണ്ട്. വാണ്ട പുറത്തേക്ക് വരുവാണ്. ഈ കിടില മാജിക് ട്രിക്ക് ഉപയോഗിച്ച് ആളുകളെ കയ്യിലെടുക്കാനാണ് വാണ്ടയുടെയും വിഷന്റെയും പ്ലാൻ. അല്ല വാണ്ട, കാണുന്ന ആൾക്കാർക്ക് ഇതിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലാവൂ? അതൊന്നും മനസ്സിലാവില്ല
കുഴപ്പമില്ല വിഷൻ, നമ്മളായിട്ട് പറയാതിരുന്നാൽ മതി. അല്ലെങ്കിലും ഈ മാജിക്കാരൊക്കെ കാണിക്കുന്നത് എന്താ, എല്ലാം കള്ളത്തരമല്ലേ. പിന്നെ വിഷൻ ഒരു കാര്യമുണ്ട്, നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നോർമൽ ആയിട്ടുള്ള മനുഷ്യർ പോലെ വേണം അഭിനയിക്കാൻ. നമ്മളുടെ ഒരു കഴിവോടെ കാണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമുക്ക് സാധാരണ അയൽക്കാരെ പോലെ ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഈ തല വെച്ച് നമുക്ക് സാധാരണ അയൽക്കാരെ പോലെ ജീവിക്കാൻ പറ്റുമോ? വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. വേണ്ട വിഷൻ, ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സ്ഥലം, ഇതാണ് നമ്മളുടെ വീട്, ഇതാണ് നമ്മളുടെ അയൽക്കാർ. നമ്മൾ എവിടെയാണ് ജീവിക്കാൻ പോകുന്നത് ഒരുപാട് കാലം. അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഒത്തുപോകണം. യെസ് വേണ്ട, ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മളിന്ന് കലക്കും. ഇന്ന് എല്ലാവരും നമ്മൾ കയ്യിലെടുക്കും. വേണ്ട, പിന്നെ മോൾക്കിടാൻ വേണ്ടി ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതിട്ടങ്ങോട്ട് വന്നാ എന്റെ ഭാര്യയുടെ ഭംഗി കണ്ട് എല്ലാവരും മയങ്ങി പോകും. ഓ ചുമ്മാ പൊക്കി പറയില്ല വിഷൻ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല വിഷന് ഒരു മീറ്റിംഗ് ഇല്ലേ? യെസ് വേണ്ട, ബെസ്റ്റ് വ്യൂവിന്റെ സുരക്ഷയെ പറ്റി പറയാൻ വേണ്ടി ഞങ്ങൾ ആണുങ്ങളൊക്കെ കൂടി ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. എന്തായാലും ഞാൻ അതിന് പോട്ടെ. പിന്നെ ഞാൻ പോകുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. എനിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് ഉണ്ട്. വേണ്ട, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എന്തോ ഒരു പ്രശ്നം പോലെ. നമ്മളാരെങ്കിലും പിന്തുടരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ചുറ്റുപാടും വല്ല അക്രമികളും ഉണ്ടോ? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും പോകുന്നത്. നമുക്ക് രണ്ടുപേർക്കും സേഫ് ആയിട്ട് ഇരിക്കണ്ടേ, അതിനു വേണ്ടിയിട്ടാ. ഓക്കെ വിഷൻ, നീ ചെന്ന് അവിടെയുള്ള എല്ലാവരും കയ്യിലെടുക്കും. ഇനിയുള്ള എല്ലാ മീറ്റിങ്ങിനും നമ്മളെ രണ്ടുപേരെയും അവരൊക്കെ വിളിക്കണം. യെസ് വേണ്ട, വെസ്റ്റ് വ്യൂവിലെ ഏറ്റവും നല്ല ഭർത്താവും ഭാര്യയും അതായിരിക്കും ഇനി മുതൽ വാണ്ടയും വിഷനും. അങ്ങനെ വിഷൻ പുറത്തേക്ക് പോയി. വാണ്ട ബാക്കി പണികളിലേക്ക് കടക്കുന്നു. പക്ഷെ പെട്ടെന്നാണ് പുറത്തു നിന്ന് എന്തോ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നത്. എന്തോ പ്രശ്നമുണ്ടെന്ന് ഫീൽ ആവുന്ന വാണ്ട പുറത്തേക്ക് ചെല്ലുവാണ്. അവൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ചെടിയുടെ ഇടയിലായിട്ട് ഒരു ഹെലികോപ്റ്ററിന്റെ കളിപ്പാട്ടം വീണ് കിടക്കുവാണ്. അത് മാത്രമല്ല, ഇവരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകത്ത് നിന്ന് മാറി കളർഫുൾ ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ ആണത്. എന്താ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ല. വാണ്ടയ്ക്കും മനസ്സിലാവുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് ആഗ്നസ് വീണ്ടും വരുന്നത്. ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. എന്ത് ചെയ്യാനാ, അയൽക്കാരിയായി പോയില്ലേ. അല്ല, ആരെ നിൽക്കുന്നേ? ഇന്നത്തെ പരിപാടിയുടെ സ്റ്റാർ ആവാൻ പോകുന്ന വാണ്ടയല്ലേ? എന്താ ഈ പരിപാടിയുടെ പ്ലാനിംഗ് ഒക്കെ? എല്ലാവരും നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന കേട്ടോ. ആഗ്നസ്, ഞാൻ പേടിച്ചു പോയി. സോറി, എന്താ ആഗ്നസ് പറഞ്ഞ ഞാൻ കേട്ടില്ല. നീ മാജിക് ഷോ നടത്താൻ പോവല്ലേ? നിനക്ക് വേണ്ടി ഞാനൊരു മുയൽക്കുട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവന്റെ പേര് സ്ക്രാച്ചിന്ന. ഇവൻ പെട്ടെന്നെല്ലാം പഠിച്ചോളൂ. മാജിക് ഷോക്ക് ഇവന് ഉപയോഗിക്കണം. അതിനെന്താ ആഗ്നസ്? തീർച്ചയായിട്ടും, താങ്ക് യു സോ മച്ച്. അങ്ങനെ പറഞ്ഞ് വാണ്ട ഉള്ളിലേക്ക് പോവാണ്. ആ സമയത്ത് ഒരു പോസ്റ്റ് വാൻ അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആഗ്നസിനെ അയാൾ അറിയാവുന്നതാണ് തോന്നുന്നത്. അവര് തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വാണ്ട റെഡിയായി വന്നു. ആഗ്നസും വാണ്ടയും കൂടി ഇപ്പൊ ഒരു മീറ്റിംഗിന് പോവാണ്. നടക്കാൻ പോകുന്ന ചാരിറ്റി ഇവന്റിന്റെ മുന്നേയുള്ള പ്ലാനിംഗ് ഒക്കെ നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ്. സ്ത്രീകൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ, ഒരു കുടുംബശ്രീ പോലെ. ഈ അയൽപ്പക്കത്തെ പെണ്ണുങ്ങളുടെ ലീഡർ ആയിട്ടുള്ള ഡോട്ടി ഒരു വൻ സംഭവമാണെന്ന് ആഗ്നസ് വാണ്ടയോട് പറയുവാണ്. എങ്ങനെയെങ്കിലും ഡോട്ടിയെ സോപ്പിട്ട് കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. വാണ്ട, ഒരു കൂട്ടുകാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിനക്കൊരു ഉപദേശം തരാം. അയ്യോ, ഞാൻ ഡ്രസ്സ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡ്രസ്സിനെ പറ്റിയൊന്നുമല്ല. എന്തായാലും ഡ്രസ്സ് ഇട്ട് പോയില്ലേ, ഇനി ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് വേറൊരു കാര്യമാണ്. ഈ ടൗണിന്റെ എല്ലാ കാര്യങ്ങളിലും ഡോട്ടിയുടെ ഒരു കൈ ഉണ്ടാവും. അവളാണ് ഇവിടുത്തെ മെയിൻ. ഇവിടുത്തെ പാർട്ടികൾ, ഇവിടുത്തെ ആഘോഷങ്ങൾ, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ്, അങ്ങനെ എല്ലാത്തിലും ഡോട്ടിയുടെ കൈയുണ്ട്. എന്തിനേറെ പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ സ്കൂൾ അഡ്മിഷന് വരെ നിങ്ങൾക്ക് ഡോട്ടിയുടെ ആവശ്യം വരും. ഇനി പിള്ളേരൊക്കെ ഉണ്ടാവല്ലോ. അയ്യോ, ഞങ്ങൾ അങ്ങനെ പിള്ളേര് പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. അതൊന്നും ഇപ്പൊ ഞങ്ങളുടെ മൈൻഡിലില്ല. കല്യാണം കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു 2 പിള്ളേരുമായിട്ട് വന്നങ്ങോട്ട് നിൽക്കും. എന്തായാലും നീ ഡോട്ടിയായിട്ട് കുറച്ച് അടുപ്പത്തിലാവാൻ നോക്ക്. അവളങ്ങോട്ട് സോപ്പിട്ടാ മതി. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഞാനായിട്ട് തന്നെ നിന്നാ പോരെ. വാണ്ട അത് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആഗ്നസിന്റെ മുഖഭാവം മാറി. എന്തോ ഒരു പേടി കലർന്ന ചിരിയാണ് അവൾ ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആഗ്നസ് നോർമലായി. ശരിയാണോ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീയായിട്ട് തന്നെ നിന്നാ മതി. അപ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങാറായി. എല്ലാ പെണ്ണുങ്ങളും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട്. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കസേരകൾ ഏർപ്പാടാക്കാത്തതുകൊണ്ട് ഡോട്ടി ഒരുത്തിയെ വഴക്ക് പറയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ വാണ്ടയ്ക്ക് മനസ്സിലായി ഡോട്ടി ഇത്തിരി പെശ കാണുന്നു. ഡോട്ടി പതുക്കെ തള്ളാൻ തുടങ്ങി. ഫ്രണ്ട്സ്, നമ്മൾ ഈ ക്ലബ്ബ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ 8 വർഷമായി. 8 വർഷവും ഞാൻ തന്നെയായിരുന്നു ഇതിന്റെ ലീഡർ. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പരിപാടികളാണ് ഞാനിവിടെ കണ്ടക്ട് ചെയ്യാറുള്ളത്. ഈ വർഷത്തെ പരിപാടി നമുക്ക് അടിപൊളിയാക്കണം. ഡോട്ടിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് പുതിയൊരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നത്. ജെറാൾഡിൻ എന്നാണ് അവളുടെ പേര്. ഹായ്, വാണ്ടയല്ലേ ഇവിടുത്തെ പുതിയ താമസക്കാര്? ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയില്ല കേട്ടോ. ഡ്രസ്സൊക്കെ കൊള്ളാമല്ലോ. ഐ എം സോറി, ഇവിടെ ബാക്കിയെല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഞാൻ മാത്രം ഈ ടൈപ്പ് ഡ്രസ്സ് ഇട്ടു. അടുത്തോട്ടം തൊട്ട് ശ്രദ്ധിക്കാം. ഹലോ, നിങ്ങളോട് വർത്താനം പറയാനോ വന്നിരിക്കുന്നത്? ഇതെന്താ കുടുംബശ്രീ മീറ്റിംഗ് ആണെന്നാണോ വിചാരം? ഇവിടെ പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ചാറ്റ് നടത്താൻ പോകുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയാ. ഡോട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെയുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയാന്ന് ഒരു മന്ത്രം പോലെ പറയുവാണ്. എന്തായാലും 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ പരിപാടി കഴിയുമെന്നും അപ്പൊ നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ കൈയടിച്ച് പാസ്സാക്കാമെന്നും ഡോട്ടി എല്ലാവരോടും പറയുവാണ്. വാണ്ട പക്ഷെ കുറച്ച് പേടിച്ചിരിക്കുന്നതുകൊണ്ട് അപ്പൊ തന്നെ കൈയടിച്ചു. അവൾ ഒറ്റയ്ക്ക് കൈയടിക്കുന്നുണ്ട്. എല്ലാവരും തിരിഞ്ഞു നോക്കി. എന്തിനാ വാണ്ട ഇപ്പൊ കൈയടിക്കുന്നത്? എന്നെ കളിയാക്കാൻ നോക്കുവാണോ? സമയമാകുമ്പോൾ കൈയടിച്ചാൽ മതി. ഐ എം സോറി ഡോട്ടി, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഡോട്ടി പിന്നെയും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്കാണ് ജെറാൾഡിൻ വാണ്ടയോട് ഒരു കാര്യം പറയുന്നത്. വാണ്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തിനാ ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല. യെസ് ജെറാൾഡിൻ, എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും പരിപാടി പോയാൽ മതിയെന്നായി. അങ്ങനെ ജെറാൾഡിനും വാണ്ടയും അവിടെ വെച്ച് ഫ്രണ്ട്സ് ആവുകയാണ്. അവര് കൈ കൊടുക്കുന്നുണ്ട്. ഡോട്ടി വീണ്ടും വരെ വഴക്ക് പറയാൻ തുടങ്ങി. എന്തായാലും വൈകിട്ടത്തെ പരിപാടിക്കുള്ള ടിക്കറ്റ് ഒക്കെ വിറ്റുപോയിട്ടുണ്ടെന്നും പരിപാടി ഗംഭീരമാക്കണമെന്നും പറഞ്ഞു ഡോട്ടി സ്പീച്ച് നിർത്തി. ഈ ഡോട്ടിയൊക്കെ അവളുടെ ഭർത്താവ് എങ്ങനെയാണോ സഹിക്കുന്നതെന്നാണ് ആഗ്നസ് വാണ്ടയോട് പറയുന്നത്. സീൻ ചേഞ്ച് ആവുന്നു. വിഷൻ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റ് വ്യൂവിലെ സുരക്ഷാ മീറ്റിംഗിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ആണുങ്ങളൊക്കെ ഒത്തുകൂടി മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഹായ് ഗൈസ്, ഇതാണോ സുരക്ഷയുടെ മീറ്റിംഗ് നമ്മുടെ വെസ്റ്റ് വ്യൂ വില്ലേജിന്റെ? ഹായ് വിഷൻ, ഐ എം റിയലി സോറി. ഇത് ഇവിടുത്തെ അംഗങ്ങൾ
അംഗങ്ങൾക്ക് മാത്രമുള്ള പരിപാടിയാണ്. ഓ, അംഗങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. എന്നാ കുഴപ്പമില്ല, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്നോളാം. ഞങ്ങൾ ഈ പരിപാടി തുടങ്ങാൻ പോവായിരുന്നു. ആ, പരിപാടി തുടങ്ങാലോ, അതിനെന്താ പ്രശ്നം? നിങ്ങൾ നോർമലി എന്തൊക്കെ ചെയ്യാറ്? കള്ളന്മാരെ പിടിക്കാൻ ക്യാമറ വല്ലതും സെറ്റ് ചെയ്തിട്ടുണ്ടോ? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടേക്ക് പോലീസിനെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കാറുണ്ടോ? ഈ മീറ്റിംഗ് നിങ്ങൾ എത്ര ഇടവിട്ടാ ചെയ്യാറ്? എന്റെ പൊന്നു വിഷൻ, ഞങ്ങളിതിന് സുരക്ഷാ മീറ്റിംഗ് പേരിട്ടെങ്കിലും ഞങ്ങളിവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. ഞങ്ങളൊന്നും ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് 2 സ്മോളൊക്കെ അടിച്ചു പോകും. നീ കഴിക്കുന്നോ? അയ്യോ, എനിക്ക് കഴിക്കാനും കുടിക്കാനൊന്നും വേണ്ട, ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. ഭക്ഷണം കഴിക്കാറില്ലേ? ഓ, ഐ മീൻ ഞാനൊരു ഡയറ്റിലാ, തടി കുറയ്ക്കാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. അല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഞാനെന്താ റോബോട്ടാ? എന്തായാലും അവർക്കൊക്കെ വിഷൻ ഇഷ്ടപ്പെട്ടു. സുരക്ഷാ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു വന്നിട്ട് അവര് പതുക്കെ തമാശയും പാരിതോഷണമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് കൂട്ടത്തിൽ ഒരാൾ വിഷന് കഴിക്കാൻ വേണ്ടി ഒരു ബബിൾ ഗം കൊടുക്കുവാണ്. എന്തായാലും തന്നതല്ല എന്ന് വിചാരിച്ച് വിഷൻ അത് വാങ്ങി. അല്ല, വിഷനല്ലേ പറഞ്ഞ് ഭക്ഷണം ഒന്നും കഴിക്കാറില്ലെന്ന്, ഇപ്പൊ ബബിൾ ഗം തിന്നാൻ പോവാ. എന്താ നോം തമാശ പറയുന്നത്? ബബിൾ ഗം കഴിക്കാനുള്ളതല്ലോ, ഇത് ചുമ്മാ വായിക്കകത്തിട്ട് ചവച്ചാ പോരെ. ബബിൾ ഗം ചവയ്ക്കണോ? ഞാൻ അങ്ങനെ തന്നെ വിഴുങ്ങാറ പതിവ്. വിഷൻ ആദ്യമായിട്ടായിരുന്നു ഒരു ബബിൾ ഗം കയ്യിലെടുക്കുന്നത്. കൂടെ ഇരിക്കുന്നവർക്ക് ഒരു സംശയവും തോന്നണ്ടെന്ന് വെച്ച് അവൻ ആ ബബിൾ ഗം വായിലിട്ട് ചവയ്ക്കാൻ തുടങ്ങി. വിഷൻ റോബോട്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ആവുന്നില്ല. ഈ വിഷൻ ആൾ കോമഡി തന്നെ. ഇത്ര എക്സ്പ്രഷൻ ഇട്ട് ബബിൾ ഗം തിന്നുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതെ, വിഷൻ സൂപ്പറാ. ആദ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വിഷൻ ഒരു പഴഞ്ചൻ ആളാണ്. ഇപ്പോഴല്ലേ മനസ്സിലായി നമ്മള് വിഷനൊക്കെ ഒരേ വേവ് ലെങ്താണ്. അങ്ങനെ പറഞ്ഞ അയാള് വിഷന്റെ പുറത്ത് തട്ടുവാണ്. പെട്ടെന്ന് ആ ബബിൾ ഗം വിഷന്റെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോയി. വിഷന്റെ വയറെന്ന് പറഞ്ഞ ഒരു റോബോട്ടിന്റെ ഉൾവശമാണത്. ബബിൾ ഗം നേരെ ചെന്ന് വിഷന്റെ നട്ടിലും സ്ക്രൂവിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ വിഷന്റെ നട്ടും ബോൾട്ടും പ്രവർത്തിക്കാതെയായി. ഒരു മനുഷ്യൻ 2 പെഗ് അടിച്ചാൽ പാമ്പാവും, അതുപോലെ വിഷന്റെ ഉള്ളിൽ ബബിൾ ഗം ചെന്ന് പറ്റി പിടിച്ചിരുന്ന അവനും അടിച്ച് പാമ്പായ പോലെയാവും. എന്ന് പറഞ്ഞാൽ റോബോട്ട് ശരിക്കും പ്രവർത്തിക്കാതെയാവും. എന്തായാലും ബബിൾ ഗം ഉള്ളിൽ പോയതോടെ പണി പാടിയെന്ന് വിഷന് മനസ്സിലായി. ഈ സമയത്ത് വാണ്ടയുടെ മീറ്റിംഗിൽ എല്ലാവരും പോയി. അവിടുത്തെ പാത്രമൊക്കെ എടുത്ത് ഒതുക്കി വെക്കുന്നത് വാണ്ടയാണ്. അങ്ങനെയെങ്കിലും ഡോട്ടിയെ സോപ്പിടാമെന്നാണ് വാണ്ട വിചാരിക്കുന്നത്. ഡോട്ടി, നിങ്ങളാൾ സൂപ്പറാണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കി നടത്തുന്നുണ്ട്. എന്തായാലും ഈ പാത്രമൊക്കെ ക്ലീൻ ചെയ്യാൻ എനിക്കൊരു അവസരം തന്നല്ലോ, താങ്ക് യു സോ മച്ച്. 2 മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ നിന്നെ കൊണ്ട് കഴിപ്പിക്കും. വാണ്ട എന്തെങ്കിലും പറഞ്ഞോ? അല്ല, പാത്രമൊക്കെ കഴിയാൻ നല്ല രസമെന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുക, ഡോട്ടിക്ക് എന്നോട് എന്തോ പ്രശ്നമുള്ളതുപോലെ, എന്തോ തെറ്റിദ്ധാരണയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞു. വാണ്ട, ഞാൻ നിന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ കേട്ടു. നിന്റെ ഭർത്താവിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടു. ഓ, നിങ്ങൾ എന്താ കേട്ടെന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാറില്ല, അതെനിക്ക് ഉറപ്പാ. എനിക്ക് നിന്നെ വിശ്വാസമില്ല വാണ്ട, ഐ ഡോണ്ട് ബിലീവ് യു. എന്തുകൊണ്ടാണ് ഡോട്ടി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതെന്ന് വാണ്ടയ്ക്ക് സംശയമായി. വാണ്ട അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നോക്കി നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള റേഡിയോയിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. വാണ്ട, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്താ വാണ്ട ഇത്? എങ്ങനെ റേഡിയോയിൽ നിന്ന് ഒരാൾ നിന്റെ പേര് വിളിക്കുന്നത്? വാണ്ട, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിന്നോട് ആരാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഞങ്ങളോട് തുറന്നു പറയൂ. വാണ്ട, നീ ശരിക്കും ആരാ? വാണ്ടയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? പെട്ടെന്ന് ആ റേഡിയോ പൊട്ടിത്തെറിക്കുവാണ്. ഡോട്ടിയുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസും പൊട്ടിത്തെറിച്ചു. അവളുടെ കൈ മുറിഞ്ഞ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകത്തിൽ ചുവപ്പ് നിറത്തിൽ രക്തം കാണാൻ തുടങ്ങി. വാണ്ടയ്ക്ക് പെട്ടെന്ന് പേടിയായി. അവളൊരു തുണി എടുത്തുകൊണ്ട് വന്ന് ഡോട്ടിക്ക് കൊടുക്കുവാണ്. പക്ഷെ തൊട്ടടുത്ത നിമിഷം ഡോട്ടി നോർമലായി. ഒന്നും സംഭവിക്കാത്ത പോലെ ഈ രക്തമായ തുണി ഞാൻ പോയി കഴുകിയിട്ട് വരാന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. വാണ്ടയ്ക്ക് കൺഫ്യൂഷനായി. വാണ്ടയ്ക്ക് മാത്രമല്ല, നമ്മൾക്കും കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ആരും റേഡിയോ കൂടെ വാണ്ടയെ വിളിക്കുന്നത്? ഡോട്ടി എന്തിനിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ്? അവൾ എന്തിനാ വാണ്ടയെ വിശ്വാസമില്ലാന്ന് ആദ്യം പറഞ്ഞത്? പിന്നെ കൈ മുറിഞ്ഞിട്ടും അവൾ എന്തിനാ നോർമലായിട്ട് ബിഹേവ് ചെയ്തേ? ഒരു മിനിറ്റ്, ഒരു പരസ്യം വരുന്നുണ്ട്. ഒരു പുരുഷന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് അവന്റെ സ്യൂട്ട്, 2 അവന്റെ വൈഫ്. രണ്ടും ഇല്ലെങ്കിൽ അവൻ പൂർണ്ണനാവില്ല. എന്നാൽ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, അവന്റെ കയ്യിലുള്ള സ്ട്രൈക്കർ വാച്ച്. ഇത് 3ഉം ഇല്ലാതെ ഒരു പുരുഷൻ പൂർണ്ണമാകില്ല. സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല. നിങ്ങളുടെ സമയം നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ പരസ്യം അവസാനിക്കുകയാണ്. ഈ സ്ട്രൈക്കർ വാച്ചിന്റെ പേരുള്ള സ്ട്രൈക്കർ നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്. പണ്ടെപ്പോഴും വാണ്ടയുടെ മേല് മൈൻഡ് സ്റ്റോൺ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത ഒരു ബാരൻ സ്ട്രക്കർ ഉണ്ട്. പക്ഷെ അയാൾക്ക് വാച്ച് ഉണ്ടാക്കുന്ന പരിപാടി ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് വാച്ച് കമ്പനിക്ക് സ്ട്രൈക്കർ വാച്ചസ് എന്ന് പേര് വരുന്നത്? അറിയില്ല. എന്തായാലും സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പോ ചാരിറ്റി ഇവന്റിൽ പരിപാടികൾ നടക്കാൻ തുടങ്ങി. ഓരോ കപ്പിൾസ് ആയിട്ട് വന്ന് ഓരോരോ പരിപാടികൾ അവതരിപ്പിച്ചിട്ട് പോകും. മിസ്റ്റർ ജോൺസ് ആണ് പിയാനോ വായിക്കുന്നത്. ഈ ജോൺസിന്റെ ഭാര്യയാണ് ഡോട്ടി. അവിടെ പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ജെറാൾഡിനാണ് നിൽക്കുന്നത്. വാണ്ട വിഷൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മാജിക് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ ടൈം ആവറായിട്ടും വിഷനെ കാണാനില്ല. എങ്ങനെ കാണാനാ? വിഷൻ അവിടെ വയറ്റിൽ ബബിൾഗം കുടുങ്ങി കിടക്കുവാണ്. വാണ്ടയ്ക്ക് ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി. വിഷൻ ഇത് എവിടെ പോയി കിടക്കുവാണോ? ആ സമയത്താണ് വിഷൻ കുടിച്ച് പാമ്പായ ഒരാളെ പോലെ, ഐ മീൻ ബബിൾഗം കുടുങ്ങിയ റോബോട്ടിനെ പോലെ അങ്ങോട്ട് ആടി വരുന്നത്. വാണ്ട, ഇതാണ് നിന്റെ ഹസ്ബൻഡ്? ഇങ്ങനെ കുടിച്ചിട്ടുണ്ടോ? എന്റെ ഹസ്ബൻഡ് കുടിക്കാൻ വഴിയില്ലല്ലോ. അല്ല, ഇതാരാ നിൽക്കുന്ന? വാണ്ട, ഇന്ന് കാണാൻ അങ്ങോട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ. വിഷൻ, റോബോട്ടുകൾ ഇപ്പൊ കുടിക്കാനും തുടങ്ങിയോ? നിങ്ങൾ ഇത് എവിടെയായിരുന്നു? ആ, ഞാനും അവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ആ ലൈബ്രറിയുടെ ഉള്ളിൽ ഇരിക്കുമായിരുന്നു. അവരൊക്കെ നല്ല ആൾക്കാരാ, കമ്പനിയാവാൻ പറ്റിയ ആൾക്കാരാ. ഞാൻ നിനക്ക് വാക്ക് തന്ന പോലെ ഞാൻ അവരിൽ ഒരാളായിട്ട് മാറി. വാണ്ട, വിഷൻ, ഒരു വിചിത്രമായിട്ടുള്ള കാര്യം ഉണ്ടായി. ഞാൻ ഡോട്ടിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ റേഡിയോന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു. റേഡിയോന്ന് പല സൗണ്ടും കേൾക്കും വേണ്ട, അതിനാണല്ലോ റേഡിയോ. അതിനിപ്പോ എന്താ? വിഷൻ, നിങ്ങൾക്ക് വട്ടായോ? എന്താ സംഭവിക്കുന്നത്? നമ്മൾക്കൊരു മാജിക് ഷോ നടത്താനുണ്ട്, മറന്നുപോയോ? ഹേയ് വാണ്ട, ടൈമായി. ഡോട്ടി വന്ന് വാണ്ടയും വിഷ്ണയും അങ്ങോട്ട് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വിളിക്കുവാണ്. എല്ലാവരും കൈയടിക്കുന്നു. വാണ്ട
പുറത്തേക്ക് നടന്നു വന്ന് വിഷൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. പക്ഷെ വിഷൻ അങ്ങോട്ട് വരുന്നില്ല. വിഷൻ താനിവിടെ എന്ത് നോക്കി നിൽക്കുക? തന്റെ വൈഫ് അവിടെ ഒറ്റയ്ക്ക് പോയി പെട്ടിരിക്കുക. പോയി മാജിക് ചെയ്യും. ഓ മൈ ഗോഡ്, വാണ്ട അവിടെ പോയി ഞാനല്ലാതെ പെട്ടുപോയല്ലേ. ഞാനിപ്പോ ചെന്ന് എല്ലാം ശരിയാക്കി തരാം, എല്ലാവരും ഞാൻ ശരിയാക്കി തരാം. വിഷൻ അങ്ങോട്ട് കടന്നു ചെല്ലുവാണ്. ഹലോ വെസ്റ്റ് വ്യൂവിൽ എന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ്, ഇതാ നിൽക്കുന്നു എന്റെ ഭയങ്കര സുന്ദരിയായിട്ടുള്ള വൈഫ് വാണ്ട മാക്സിമോ. ഇത്രയും സുന്ദരിയായിട്ടുള്ള വൈഫ് വേറെ ഇവിടെ ആർക്കാ ഉള്ളത്? ആർക്കുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു മാജിക് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് എന്റെ ഭർത്താവ് വാണ്ട, ഞാൻ അവളുടെ ഭാര്യ വിഷൻ. ഗൈസ്, വിഷൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാനാണ് ഭാര്യയായിട്ടുള്ള വാണ്ട, ഇങ്ങനെയാണ് ഭർത്താവായിട്ടുള്ള വിഷൻ. അതാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. എന്താ വിഷൻ ചെയ്യുന്ന കുളവാക്കൂ. ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഞങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് വെച്ച കുറെ മാജിക് ഞാൻ കാണിക്കും. നിങ്ങളൊക്കെ ആ മാജിക് കണ്ട് പൊട്ടന്മാരാവും. അത് കണ്ട് ഞങ്ങൾ ചിരിക്കും. നിങ്ങളെ പോലെയുള്ള മനുഷ്യരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് സയൻസിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. വിഷൻ എല്ലാ കാര്യവും ഇങ്ങനെ വിളിച്ചു പറയണ്ട. ഇന്നോടൊന്ന് അടി വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. പെട്ടെന്ന് വിഷൻ അവന്റെ കഴിവ് ഉപയോഗിച്ച് മുകളിലേക്ക് പറന്നുയരുവാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. ഇതൊരു മാജിക് ഷോ ആണെങ്കിൽ പോലും ഇതിപ്പോ എങ്ങനെ സംഭവിക്കുന്നത്? വാണ്ടയ്ക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ട് പോകാൻ തുടങ്ങിയെന്ന്. ഇവർ രണ്ടുപേരും സാധാരണ മനുഷ്യരല്ലാന്ന് വെസ്റ്റ് വ്യൂവിലുള്ളവർ തിരിച്ചറിഞ്ഞ ആകെ പ്രശ്നവും. വാണ്ട പെട്ടെന്ന് അവളുടെ മാജിക് ഉപയോഗിച്ച് വിഷനെ ഒരു കയറി കെട്ടി തൂക്കുവാണ്. കയർ പെട്ടെന്ന് പ്രതീക്ഷപ്പെട്ടെങ്കിലും അവിടെയുള്ളവർക്ക് ഡൗട്ടൊന്നും തോന്നിയില്ല. അവര് വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഓ അപ്പൊ ഇങ്ങനെയാണല്ലോ വിഷൻ മുകളിലേക്ക് പറന്നു പൊങ്ങിയത്. ഞങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ട്രിക്കായിരുന്നു അത്. കയറ് വെച്ചാണ് ഇവരിങ്ങനെ ചെയ്ത്. അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. എന്തായാലും ഇത്തവണ അവർ രക്ഷപ്പെട്ടു. എന്തായാലും കയറി തൂങ്ങി കിടന്നപ്പോ വിഷന് പേടിയാവാൻ തുടങ്ങി. വിഷൻ വാണ്ടയോട് അവനെ താഴെ ഇറക്കാൻ പറയുവാണ്. ഇതൊക്കെ കണ്ട് എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. കാര്യം ഇതൊരു സ്കിറ്റ് ആണെന്നുള്ള പോലെയാണ് അവർ എടുക്കുന്നത്, ഒരു കോമഡി സ്കിറ്റ്. അങ്ങനെ വിഷൻ അടുത്ത ട്രിക്ക് കാണിക്കാൻ തുടങ്ങി. അവൻ നേരെ ചെന്ന് ഒരു വലിയ പിയാനോ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കുവാണ്. ഒരു മനുഷ്യനെ കൊണ്ട് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതിപ്പോ എങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ച് കാണുന്നവരൊക്കെ അന്തം വിട്ട് നോക്കാൻ തുടങ്ങി. വാണ്ട അതിനൊരു വഴി കണ്ടെത്തി. വാണ്ട അവളുടെ പവർ ഉപയോഗിച്ച് ആ വലിയ പിയാനോയെ ഒരു കാർഡ്ബോർഡ് ആക്കിയിട്ട് മാറ്റുവാണ്. അപ്പോഴാണ് കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ആശ്വാസമായത്. അതും ഒരു ഇല്യൂഷൻ ആയിരുന്നു, ഒരു മാജിക് ട്രിക്ക്. അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ജോൺസിന് ചെറിയൊരു സംശയം. ഇത് അയാളുടെ അമ്മൂമ്മയുടെ പിയാനോ ആയിരുന്നു. മാജിക് ട്രിക്ക് കാണിക്കാൻ വേണ്ടി കൊടുത്തിരുന്നതാണ്. അതെങ്ങനെ കൺമുന്നിൽ വെച്ച് പിയാനോ ആയി? എന്തായാലും ഷോ പിന്നെയും തുടർന്നു. വിഷൻ നേരെ ആളുകളുടെ ഇടയിൽ പോയി മാജിക് കാണിക്കാൻ തുടങ്ങുകയാണ്. നേരത്തെ ലൈബ്രറി വെച്ച് കണ്ടുമുട്ടിയ ഒരാളെ വിഷൻ മാജിക് കാണിക്കാൻ വേണ്ടി അടുത്തേക്ക് വിളിക്കുന്നു. ഹായ് മൈ ഡിയർ ഫ്രണ്ട്, ഓക്കെ എന്റെ കയ്യിൽ ഒരു സെറ്റ് കാർഡ് ഉണ്ട്. ഇതിൽ ഇഷ്ടമുള്ള കാർഡ് എടുക്കാം. കാർഡ് എടുത്തിട്ട് ഇതിലേക്ക് തിരിച്ചു വെക്കണം. ഞാൻ കാണുന്നില്ല. ഞാൻ നോക്കത്തേ ഇല്ല, നീ പേടിക്കണ്ട. കാർഡ് വെച്ചല്ലോ. ഇതല്ലേ നീ എടുത്ത കാർഡ്? ഇതല്ല വിഷൻ. പിന്നെ വെറുതെ കളിപ്പിക്കാനായിട്ട് ഇത് തന്നെ കാർഡ്. എന്നാൽ അത് പോട്ടെ, ഇതാണോ കാർഡ്? ഇതുമല്ല വിഷൻ. അപ്പൊ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതാണോ? ഇതായിരിക്കും, എന്തായാലും ഇതായിരിക്കും. അങ്ങനെ വിഷൻ വട്ടുപിടിച്ച ഒരാളെ പോലെ അവന്റെ കയ്യിലിരിക്കുന്ന കാർഡ്സ് സൂപ്പർ സ്പീഡിൽ എറിയാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഒരു കാർഡാണ് ബാക്കി വന്നത്. അത് തന്നെയായിരുന്നു അയാൾ തെരഞ്ഞെടുത്ത കാർഡ്. കണ്ടില്ലേ, അവസാനം ഞാൻ കാർഡ് കണ്ടുപിടിച്ചു. ഇതാ ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ മാജിക്കിൽ പുലിയാന്ന്. നിന്നെ ഒക്കെ ഞാൻ പറ്റി. എന്തായാലും സംഭവം ഒരു കോമഡി സ്കിറ്റാന്ന് വിചാരിച്ച് എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ അടുത്ത ട്രിക്ക് ഒരു മൊയലിനെ വെച്ചാ. വെൽക്കം മിസ്റ്റർ സ്ക്രാച്ചി. സ്ക്രാച്ചി ഞാനാണ് കേട്ടോ കൊടുത്തത്. മാജിക്കിന്റെ കാര്യത്തിൽ സ്ക്രാച്ചി സൂപ്പർ. പക്ഷെ വേണ്ട തൽക്കാലം സ്ക്രാച്ചി മൊയലിനെ അവിടെ നിർത്തി മാറ്റുവാണ്. കാരണം ഇത്രയും നേരം ആളുകളുടെ മുന്നിൽ അതും ഇതൊക്കെ കാണിച്ച് പിടിച്ചു നിന്നു. പക്ഷെ വിഷൻ ഈ മൊയലിനെ വെച്ച് ആളുകൾക്ക് ഇവരെ പറ്റി മനസ്സിലാവുന്ന പോലെയുള്ള എന്തെങ്കിലും ചെയ്താൽ പിന്നെ ചിലപ്പോൾ വാണ്ടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് അവൾ മൊയലിനെ എടുത്തോണ്ട് പോകുന്നത്. ഓ, സ്ക്രാച്ചി മൊയലിനെന്ന് വയ്യാന്ന് തോന്നുന്നു. അതാണ് വാണ്ട അവനെ കൊണ്ടുപോയത്. കുഴപ്പമില്ല, ഇന്ന് ഞാൻ ഈ തൊപ്പി വെച്ച് നിങ്ങൾക്ക് മാജിക് കാണിച്ചു തരാം. വാണ്ട വിഷനെ തടയാൻ വേണ്ടി ഓടി വരുമ്പോഴേക്കും വിഷൻ അത് ചെയ്യുവാണ്. അവൻ ആ തൊപ്പി അവന്റെ സാധനങ്ങളുള്ളിൽ കൂടെ കടന്നു പോകാനുള്ള കഴിവ് വെച്ച് അവന്റെ വയറിലൂടെ കടത്തിവിട്ട് പുറത്തേക്ക് എടുക്കുവാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എന്നാലും ഇത് എന്തൊക്കെ മാജിക്കാന്ന് പറഞ്ഞാലും ഇതിപ്പോ എങ്ങനെ നടന്നത്? വാണ്ടയ്ക്ക് പെട്ടെന്ന് ഐഡിയ ഒന്നും കിട്ടിയില്ല. അവൾ ഒരു കൂട്ടം മിറേഴ്സ് അവിടെ ഉണ്ടാക്കുവാണ്, കുറെ കണ്ണാടികൾ. എന്നിട്ട് കർട്ടൻ മാറ്റി ഇതൊക്കെ കണ്ണാടി വെച്ച് ചെയ്ത ട്രിക്കായിരുന്നു എന്ന് പറഞ്ഞ് ആളുകളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. കുറെ പേര് കൺവിൻസ് ആയി. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത മിറർ വെച്ചുള്ള വല്ല ട്രിക്ക് ആയിരിക്കും. എന്നാലും കൂട്ടത്തിൽ ഒരു പെണ്ണ് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിനെ കണ്ണാടി വെച്ചിട്ടായാലും ഇതെങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അവൾ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ വേണ്ട, അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും നല്ല ട്രിക്കിന്റെ സമയമായപ്പോൾ ആ പെട്ടി പുറത്തേക്ക് കൊണ്ടുവരുവാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ എന്റെ വൈഫ് വാണ്ടയെ ഈ പെട്ടിയുടെ ഉള്ളിൽ കയറ്റി നിർത്തി അവളെ ഞാൻ അപ്രതീക്ഷയാക്കി മാറ്റും. അങ്ങനെ പറഞ്ഞ വിഷൻ ആ ബോക്സിന്റെ വാതിൽ തുറന്നിട്ട് വാണ്ട കയറുന്നതിന് മുന്നേ തന്നെ ആ വാതിൽ അടയ്ക്കുവാണ്. ഹേയ് വിഷൻ, നിങ്ങൾക്ക് അപ്രതീക്ഷനാക്കാൻ ആരെങ്കിലും വേണമെങ്കിൽ എന്റെ ഭർത്താവ് റാൽഫ് ഇവിടെ ഉണ്ട്. അങ്ങേരെ എങ്ങനെയെങ്കിലും ഒന്ന് അപ്രതീക്ഷനാക്കി തരൂ. ഭയങ്കര തലവേദന എന്റെ കെട്ടിയും കാരണം. എന്തായാലും വാണ്ട കയറിയിട്ടില്ല എന്ന് ശ്രദ്ധിക്കാതെ വിഷൻ മാജിക് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ആ ബബിൾ ഗം കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. എന്തായാലും ആളുകള് ബോക്സിന്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് ചോദിക്കാൻ തുടങ്ങി. വിഷന് മാജിക് തെറ്റിയതല്ലാന്നും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കുള്ള ട്രിക്ക് എന്നുമാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ട് വാണ്ട കയറിയിട്ടില്ലെങ്കിലും ബോക്സിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്രത്യക്ഷമാവുന്നതാണ് ഇവരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വാണ്ടയ്ക്ക് വിഷന് ഒരു ഐഡിയയും ഇല്ലാതെ. വിഷന് തൽക്കാലം ബോധമില്ലാത്തതുകൊണ്ട് അവനൊരു ടെൻഷനും ഇല്ല. പക്ഷെ വാണ്ട ഭയങ്കര ടെൻഷനില്ല. പെട്ടെന്ന് അവൾ എന്തോ ചെയ്യുന്നു. വിഷൻ തിരിച്ച് വാതിൽ തുറന്നു നോക്കുമ്പോൾ ജെറാൾഡീനാണ് അവിടെ നിൽക്കുന്നത്. സ്റ്റേജിന്റെ ബാക്കിൽ നിന്നിരുന്ന ജെറാൾഡിനെ വാണ്ട അവളുടെ പവർ ഉപയോഗിച്ച് ബോക്സിന്റെ ഉള്ളിലേക്ക് വരുത്തിയതാണ്. ജെറാൾഡിൻ ഞെട്ടിപ്പോയി. ഞാനിപ്പോ എങ്ങനെ ഇവിടെ വന്നു? അങ്ങനെ അവളുടെ മാജിക് ട്രിക്ക് അവസാനിച്ചു. എല്ലാ ആളുകളും ഇംപ്രസ് ആയി.
പക്ഷെ വാണ്ട വിചാരിക്കുന്നത് വിഷന്റെ ഇങ്ങനെയുള്ള പെരുമാറ്റം കാരണം ഡോട്ടിക്കും കൂട്ടുകാർക്കും ഒക്കെ ഇവരോട് ദേഷ്യമായി കാണുമെന്നാണ്. വാണ്ട പെട്ടെന്ന് വിഷനെ വിളിച്ച് ബാക്ക് സ്റ്റേജിൽ കൊണ്ടുപോയി. എന്റെ പൊന്നു വിഷൻ, നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടി, അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ പെട്ട പാട് എന്നാ ശരിക്കും പറ്റിയത്? എനിക്ക് അറിയില്ല വാണ്ട, ആ ലൈബ്രറി വെച്ച് കൊടുത്ത് എനിക്ക് ഒരു ബബിൾ ഗം തന്നു, ഞാനത് വെറുതെ ഒന്ന് വായിലിട്ട് നോക്കിയപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെയാ. വാണ്ടയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ പെട്ടെന്ന് വിഷന്റെ ബോഡി സ്കാൻ ചെയ്ത് അവളുടെ പവർ ഉപയോഗിച്ച് ആ ബബിൾ ഗം പുറത്തേക്ക് എടുക്കുകയാണ്. അത് പുറത്തു വന്നതോടെ വിഷന്റെ എല്ലാ പ്രശ്നവും മാറി. അവന്റെ നട്ടും ബോൾട്ടും ഒക്കെ പിന്നെയും വർക്ക് ചെയ്യാൻ തുടങ്ങി. വാണ്ട, ഓ അപ്പൊ ഇതായിരുന്നല്ലേ പ്രശ്നം. എന്തായാലും ഇതുള്ളിലുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റി. ഇത് പുറത്തു വന്നതോടെ എന്റെ കോമഡിയൊക്കെ പോയി. ആ നന്നായി, ഞാൻ ഒരു തരത്തിൽ ഇതൊക്കെ മാനേജ് ചെയ്ത്. ഭാഗ്യത്തിന് അവരൊന്നും കണ്ടുപിടിക്കാതിരുന്നത്. എന്തായാലും ഡോട്ടിയും കൂട്ടുകാരും നമ്മൾ നോക്കി നടക്കുന്നുണ്ടാവും, വഴക്ക് പറയാൻ. ഷോ കുളമായിട്ടുണ്ടാവും, നമുക്ക് പെട്ടെന്ന് പിന്നി കൂടെ ഇറങ്ങി പോവാം. അങ്ങനെ വാണ്ടയും വിഷനും നൈസായിട്ട് മുങ്ങാൻ നിൽക്കുമ്പോഴാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഡോട്ടി അവരെ കണ്ടുപിടിക്കുന്നത്. വാണ്ട ആൻഡ് വിഷൻ രണ്ടാളും അവിടെ നിൽക്ക്. ഇപ്പൊ നിങ്ങൾ എവിടേക്കും പോവാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ചെയ്ത കാര്യങ്ങൾ ഡോട്ടി ഞങ്ങൾ അങ്ങനെ വേണമെന്ന് വിചാരിച്ച് ചെയ്തൊന്നുമല്ല. വി ആർ റിയലി സോറി. സോറിയോ? നിങ്ങൾ ഇന്നിവിടെ സ്റ്റേജ് ചെയ്ത കാര്യങ്ങൾ ചരിത്രത്തിൽ ഇതുവരെ ആരും ഇവിടെ ചെയ്തിട്ടില്ല. പിന്നെ വിഷനാണെങ്കിൽ ഒടുക്കത്തെ കോമഡി ആയിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കൺഗ്രാചുലേഷൻസ്, നിങ്ങൾക്കൊരു സ്പെഷ്യൽ അവാർഡ് ഞങ്ങൾ തരാൻ പോവാം, ദ ബെസ്റ്റ് കോമഡി ആൻഡ് മാജിക് ടാലന്റ് അവാർഡ്. അങ്ങനെ എല്ലാവരും കൈയടിക്കുവാണ്. അവാർഡ് കിട്ടിയതോടെ വാണ്ടയ്ക്ക് വിഷനും സന്തോഷമായി. അവരൊരു നല്ല അയൽക്കാരായിട്ട് എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ജെറാൾഡിന് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ബാക്ക് സ്റ്റേജിൽ നിൽക്കുമായിരുന്നു, ഞാനങ്ങനെ പെട്ടെന്ന് ബോക്സിന്റെ ഉള്ളിൽ വന്ന് നിങ്ങൾ എന്താ ചെയ്ത്? ജെറാൾഡിൻ, ഒരു നല്ല മജീഷ്യൻ അയാളുടെ ട്രിക്ക് ഒരിക്കലും പുറത്തു പറയില്ല. അതെ ജെറാൾഡിൻ, ഇത് സയൻസാ, എന്നാലും ഞങ്ങൾ രഹസ്യം പറയുന്നില്ല. ഓക്കെ, എന്തായാലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ ഇത്രയും പുലികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഡോട്ടി ഒരു വട്ടം കൂടി ഫോർ ദ ചിൽഡ്രൻസ് എന്ന് പറയുവാണ്, അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവിടെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ സമയത്ത് അത് ഏറ്റു പറയുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഐ മീൻ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചെത്തി. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവരുടെ പ്ലാനൊക്കെ വർക്കൗട്ട് ആയാലോ. എന്റെ പൊന്നു വേണ്ട, നീ എന്തൊരു ഗ്ലാമർ ആയിരുന്നെന്ന് അറിയൂ ഡ്രസ് ഇട്ടിട്ട്. പിന്നെ എന്റെ ഭർത്താവ് എന്താ മോശം, ആ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടാ ശരിക്കുള്ള മനുഷ്യന്മാരെ വരെ വെട്ടിക്കും. എന്തായാലും ഞാൻ ടെൻഷൻ അടിച്ചൊക്കെ വെറുതെ അവാർഡ് കിട്ടിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിഷൻ. യെസ് വേണ്ട, എനിക്കും അവരൊക്കെ നമ്മൾ ഏറ്റെടുത്തെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ. ആ സമയത്ത് തന്നെ വാണ്ടയും വിഷ്ണു ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന് പറയുവാണ്. ഇതിപ്പോ പല വട്ടമായി എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നു. വാണ്ട പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് വിഷ്ണു ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. വാണ്ടയുടെ വയർ കുറച്ച് വലുതായിരിക്കുന്നുണ്ട്. ഐ മീൻ വാണ്ട പ്രഗ്നന്റ് ആണ്. വേണ്ട, ഞാൻ ഈ കാണുന്നത് സത്യമാണോ? അതെ വിഷൻ, ഞാൻ പ്രഗ്നന്റാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ ലവ് യു മൈ ഡിയർ വൈഫ്, ഐ ലവ് യു സോ മച്ച്. അങ്ങനെ പറഞ്ഞവർ കിസ് ചെയ്യാൻ പോകുമ്പോഴാണ് മുൻപ് അവർ പുറത്തുനിന്ന് കേട്ട ശബ്ദം വീണ്ടും കേൾക്കുന്നത്. വിഷൻ ദേഷ്യപ്പെട്ട് അത് എന്താണെന്ന് നോക്കാൻ തന്നെ തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങി. വാണ്ടയിൽ കൂടെ തന്നെ പോവാണ്. ആദ്യം ഒന്നും കാണുന്നില്ലെങ്കിലും സൗണ്ട് വരുന്ന ദിശയിലേക്ക് അവർ നോക്കിയപ്പോൾ റോഡിൽ എന്തോ അനങ്ങുന്നത് പോലെ കാണാൻ തുടങ്ങി. റോഡിൽ മൂടി വെച്ചിരിക്കുന്ന ഒരു ഗർത്തത്തിൽ നിന്ന്, അതായത് ഒരു ഡ്രെയിനേജ് വേയുടെ ഉള്ളിൽ നിന്ന് ആരോ പുറത്തേക്ക് കടന്നു വരുവാണ്. ഒരു പ്രത്യേകതരം സ്യൂട്ടൊക്കെ ധരിച്ച ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. അയാളുടെ ചുറ്റും തേനീച്ചകൾ പറക്കുന്നുണ്ട്. ഒരു ബീ കീപ്പറിന്റെ അല്ലെങ്കിൽ തേനീച്ച വളർത്തുന്ന ആളുടെ ഡ്രസ്സാണ് അയാൾ ഇട്ടിരിക്കുന്നത്. അയാളുടെ ഷർട്ടിന്റെ പിന്നിലും ഒരു വാളിന്റെ ചിഹ്നമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെയുള്ള ഒരു വാൾ അല്ലെങ്കിൽ സോഡിന്റെ ചിഹ്നം. വിഷന് പെട്ടെന്ന് പേടിയായിട്ട് അവൻ വാണ്ടയുടെ അടുത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നയാൾ പെട്ടെന്ന് ഇവരെ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് വാണ്ട നോ എന്ന് പറയുവാണ്. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. വാണ്ട നോ എന്ന് പറഞ്ഞതും ഈ സീൻ മൊത്തം റിവൈൻഡ് ആയി വീണ്ടും അവരുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള സംസാരത്തിന്റെ അവിടേക്ക് വരുവാണ്. വാണ്ട പ്രഗ്നന്റ് ആണെന്ന് വിഷൻ അറിയുന്ന ആ നിമിഷം. പക്ഷേ ഈ വട്ടം അവർ കിസ് ചെയ്യാൻ പോകുമ്പോൾ ആ ശബ്ദം വിഷൻ കേൾക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ കിസ് ചെയ്യുവാണ്. അപ്പോഴാണ് വാണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. വിഷന്റെ തല മാത്രം കളർഫുൾ ആയി മാറി. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകത്ത് നിന്ന് മാറി അവരുടെ ചുറ്റും നിറങ്ങൾ പടരാൻ തുടങ്ങി. ഒരുപക്ഷെ വാണ്ടയുടെയും വിഷന്റെയും ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരുന്നതോടെ അവരുടെ ലൈഫ് കളർഫുൾ ആയി എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥ നടന്നുകൊണ്ടിരുന്നത് 1950-കളിലായിരുന്നു. ഇപ്പൊ ഏകദേശം 1970-കളിലെ പോലെ. അപ്പോഴാണ് TV സീരിയലിനൊക്കെ ഇങ്ങനെ കളർ വരാൻ തുടങ്ങിയത്. വിഷ്ണു വാണ്ടയെ അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കുവാണ്. അങ്ങനെ കളർഫുൾ ആയ ജീവിതത്തിലേക്ക് ഒരു കിസ്സോടെ അവർ വീണ്ടും കടക്കുവാണ്. വീണ്ടും ശുഭം. വാണ്ടയുടെയും വിഷന്റെയും മനോഹരമായ ജീവിതം ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ എപ്പിസോഡിന്റെ അവസാനിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ആ റേഡിയോയിൽ നിന്ന് കേട്ട ശബ്ദം കേൾക്കുവാണ്. വേണ്ട, ആരാണ് നിന്നോട് ചെയ്യുന്നത്? ഞങ്ങളോട് സംസാരിക്കുവാണ്ട. അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇത് ആരുടെ സൗണ്ടാണ് ഈ റേഡിയോ എന്ന് കേട്ടുകൊണ്ടിരുന്നത്? എന്താണ് ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകത്ത് ഓരോ ചോപ്പ് നിറം കാണാറുള്ളത്? എന്താ ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് പെരുമാറുന്നത്? ആരായിരുന്നു ആ ബീ കീപ്പർ? വാണ്ട നോ എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് റിവൈൻഡ് ആയത്? എന്താണ് ഈ സോഡിന്റെ സിമ്പൽ? ആ വാളിന്റെ ചിഹ്നം എന്താണ്? എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വാണ്ടയുടെയും വിഷന്റെയും കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, കുറച്ച് ദിവസങ്ങളാവുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് വാണ്ട പ്രഗ്നന്റ് ആവുന്നത്? ആ ഹെലികോപ്റ്ററും ഇടയ്ക്ക് വരുന്ന പരസ്യങ്ങളും ഒക്കെ എന്താണ്? ഇനി നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡ് 3 ആണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ കല്യാണം കഴിഞ്ഞ് വെറും 3-4 ദിവസം കൊണ്ട് വാണ്ട എങ്ങനെയാണ് ഗർഭിണിയായതെന്ന് അവർ രണ്ടുപേരും ആലോചിക്കുന്നില്ല. അതിനു പകരം അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ഉള്ളത് നമ്മൾക്ക് മാത്രമാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഗർഭിണിയായ വാണ്ടയും വിഷനും സന്തോഷമായിട്ട് കുറെ മൊമെന്റ്സ് പങ്കുവെക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അവർ പുറത്ത് കറങ്ങാൻ പോകുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നു, ഐസ്ക്രീം കഴിക്കുന്നു. വാണ്ട ഇപ്പൊ റെസ്റ്റ് ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് വീട്ടിലെ കുറെ പണിയൊക്കെ ചെയ്യുന്നത് വിഷനാണ്. പിന്നെ വാണ്ടയ്ക്ക് അനങ്ങാതെയാണെങ്കിലും അവളുടെ പവർ വെച്ച് കുറെ പണികൾ ചെയ്യാനും പറ്റും. വാണ്ടയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ആഗ്നസ് അവളുടെ കൂടെ വരുന്നുണ്ട്. വിഷനാണെങ്കിൽ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക.
അവർ ഊഞ്ഞാലാടുന്നു, സൈക്കിൾ ചവിട്ടുന്നു, ഡാൻസ് കളിക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു ജീവിതം വാണ്ടയും വിഷ്ണു കിട്ടിക്കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടതുപോലെ വാണ്ടയും വിഷ്ണു ജീവിക്കുന്ന ലോകം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് മാറി കളർഫുൾ ആയി കഴിഞ്ഞു. ഇപ്പൊ ഗർഭിണിയായിട്ടുള്ള വാണ്ടയെ പരിശോധിക്കാൻ വേണ്ടി വെസ്റ്റ് വ്യൂലുള്ള ഒരു ഡോക്ടർ വന്നിരിക്കുവാണ്. പരിശോധിച്ചിട്ട് ഡോക്ടർ എന്താ പറയാന്നറിയാൻ വേണ്ടി വാണ്ടയും വിഷ്ണുവിനെ ആകാംക്ഷയോടെ ഇരിക്കുക. ഗുഡ് ന്യൂസ്, നിങ്ങളുടെ വൈഫ് വാണ്ട ഗർഭിണിയാണ്. സാർ അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായി. കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നറിയാനാ സാറിനെ വിളിപ്പിച്ച്. അതുമാത്രമല്ല ശരിക്കും ഇങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, എല്ലാം പെട്ടെന്നായി പോയി. സാധാരണ ഒരു പെണ്ണ് ഗർഭിണിയാവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ബെഡിൽ വെച്ച്. അയ്യോ സാർ അതല്ല ഉദ്ദേശിച്ചത്, സാധാരണ പ്രഗ്നന്റ് ആവാൻ കുറച്ച് മാസമെങ്കിലും എടുക്കില്ലേ, ഇതെന്താ ഇത്ര പെട്ടെന്ന്? കുഴപ്പമില്ല ഡോക്ടർ, എന്തായാലും കുഞ്ഞുണ്ടാവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ജനിക്കുന്ന കുഞ്ഞിന് വേറെ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ മതി. ഞാൻ പരിശോധിച്ചത് വെച്ച് ഇപ്പൊ വാണ്ടയുടെ വയറ്റിലുള്ള കുഞ്ഞിന് ഏകദേശം 4 മാസം പ്രായമുണ്ട്. അതാണ് സാർ ചോദിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, പിന്നെ എങ്ങനെ കുഞ്ഞിന് 4 മാസം പ്രായമാവുന്നത്? എന്തായാലും കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞ നല്ല കാര്യമല്ലേ, അതിൽ സന്തോഷിക്കുക. ഞങ്ങൾ ഡോക്ടർമാര് കുഞ്ഞിന്റെ വലിപ്പത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറ്. ഏകദേശം ഒരു 4 മാസം ആകുമ്പോൾ കുഞ്ഞിനൊരു പേരക്കയുടെ വലിപ്പുണ്ടാവും, 5-ാം മാസത്തിൽ ഒരു പപ്പായയുടെ വലിപ്പുണ്ടാവും, 7-ാം മാസം പൈനാപ്പിൾ, 8-ാം മാസം തണ്ണിമത്തൻ. അത്രയും ഡീറ്റെയിലിന്റെ ആവശ്യമില്ലായിരുന്നു ഡോക്ടർ. എന്തായാലും ഒരാഴ്ച കൊണ്ട് എങ്ങനെയാ സാർ പ്രഗ്നന്റ് ആവുന്നത്, കുഞ്ഞിന് ഇത്ര വലിപ്പം വരുന്നത്? ഇറ്റ്സ് ഓക്കെ വിഷൻ, സാധാരണയായിട്ട് അച്ഛനാവാൻ പോകുന്ന ഏതൊരാൾക്കും ഇങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടാവുന്നതാണ്. ഇറ്റ്സ് വെരി നോർമൽ. നിങ്ങളുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ചിലരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, താങ്കൾക്കാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് കുഞ്ഞിനെ കിട്ടാൻ പോവുക. യു ആർ എ വെരി ലക്കി മാൻ. അത് മാത്രമല്ല ഡോക്ടർ, എനിക്കൊരു സംശയം, ഈ റോബോട്ടുകൾക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ്? വിഷൻ, ഡോക്ടർ പുറത്തു കൊണ്ടാക്കാൻ സമയമായി. എന്തായാലും വിഷൻ അധികം ഡൗട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഇവരുടെ രഹസ്യമൊക്കെ ഡോക്ടർ മനസ്സിലാക്കും എന്നുള്ളതുകൊണ്ട് വാണ്ട അങ്ങനെ പറയുന്നു. അത് കേട്ട് വിഷൻ പെട്ടെന്ന് ഡോക്ടറെ പുറത്തേക്ക് കൊണ്ടാക്കാൻ പോയി. എന്തായാലും ഡോക്ടർ എന്ന് ഉച്ചയ്ക്ക് അയാളുടെ ഭാര്യയുടെ കൂടെ ഒരു ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി ട്രിപ്പിന് പോകാന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത്. പോകുന്നതിന് മുൻപ് വിഷൻ ഡോക്ടറോട് വാണ്ടയുടെ ഈ ഗർഭത്തിന്റെ കാര്യം വേറെ ആരോടും പറയരുതെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പോയി. വിഷൻ അങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇതൊരു വിചിത്ര ഗർഭമാണല്ലോ, ഒരു റോബോട്ടിനും മനുഷ്യനും ഉണ്ടാവുന്ന കുഞ്ഞ്, അതും ഒരാഴ്ച കൊണ്ട് ഏകദേശം 4 മാസം പ്രായമായ കുഞ്ഞാണ് വാണ്ടയുടെ വയറ്റിലുള്ളത്. ഇതെങ്ങനെ അയൽക്കാരും മറ്റുള്ളവരും അറിഞ്ഞാൽ ഇവരെന്തായാലും സംശയിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ വിഷം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവരുടെ അയൽക്കാരനായിട്ടുള്ള ഹെർബ് അവിടെ നിൽക്കുന്നത്. ഹെർബ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ചെടി വെട്ടുന്ന മെഷീൻ വെച്ച് മതില് തന്നെ വെട്ടിക്കൊണ്ടിരിക്കുക. വിഷൻ അത്ഭുതമായി, ഇയാൾക്ക് എന്താ വട്ടായി കാണും. ഹേയ് ഹെർബ്, താനെന്താ മതില് മുറിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ മെഷീൻ കേടാക്കണ്ട, പോയി ചെടി വെട്ട്. ഓ വിഷൻ, താങ്ക് യു വെരി മച്ച്. താൻ പറഞ്ഞപ്പോഴേ ഞാനത് ആലോചിച്ച്. ഇങ്ങനെ പറഞ്ഞെങ്കിലും ഹെർബ് വീണ്ടും ചിരിച്ചുകൊണ്ട് മതില് തന്നെയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷന് കൺഫ്യൂഷൻ ആയിട്ട് അവൻ ഉള്ളി കയറിപ്പോയി. ഉള്ളി കയറിയപ്പോഴാണ് ഈ അടുത്ത അത്ഭുതം. ഇതുവരെ വാണ്ടയുടെ കുഞ്ഞിന് 4 മാസം വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് വീണ്ടും വലുതായി, അതും കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ. അതായത് ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പൊ വാണ്ടയുടെ വയറ്റിനുള്ള കുഞ്ഞ് ഏകദേശം ഒരു പപ്പായയുടെ അത്ര ആയി കാണും. എന്തായാലും കുഞ്ഞ് പെട്ടെന്ന് തന്നെ വരുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുവാണ്. വാണ്ട തൊട്ടിൽ റെഡിയാക്കുന്നു, വീട്ടിൽ പുതിയ പെയിന്റ് അടിക്കുന്നു. വിഷൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വാണ്ടയ്ക്ക് ആരോഗ്യമാസികയിൽ നിന്ന് വായിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ വാണ്ടയ്ക്ക് പ്രത്യേകിച്ച് തളർച്ചയൊന്നും തോന്നില്ല. പെട്ടെന്നാണ് വാണ്ട പറയുന്നത് അവൾക്ക് വയറിന്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞ് ചവിട്ടിയതുപോലെ തോന്നി. വിഷൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു. വാണ്ടയ്ക്ക് ഇതുവരെ ഫീൽ ചെയ്യാത്ത ഒരു പുതിയ ഫീലായിരുന്നു അത്. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. വാണ്ടയ്ക്ക് അങ്ങനെ സന്തോഷം കൂടിയപ്പോ അവളുടെ പവർ കൊണ്ടാണോന്ന് അറിയില്ല, അവിടെ തൊട്ടിലിന്റെ മുകളിൽ കെട്ടിയിരുന്ന പൂമ്പാറ്റകളുടെ ടോയ്സ് ഒക്കെ ജീവനുള്ള പൂമ്പാറ്റകളായിട്ട് പറക്കാൻ തുടങ്ങി. ഇത് കണ്ട് വാണ്ടയ്ക്കും വിഷ്ണു അത്ഭുതമായി. വാണ്ടയ്ക്ക് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് ഒരുപക്ഷെ അവൾക്ക് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അത്ഭുതപ്പെടുന്നത്. അപ്പോഴാണ് വിഷ്ണു ആരോഗ്യമാസികയിൽ നിന്ന് വേറൊരു കാര്യം വായിക്കുന്നത്. കുഞ്ഞ് ചവിട്ടണമെങ്കിൽ അത് 6-ാം മാസമായിട്ടുണ്ടായിരിക്കണം. കുറച്ചു നേരത്തെ 4 ആയിരുന്നു, പിന്നെ 5 ആയി, ഇപ്പൊ 6-ാം മാസം. അത് 5 മിനിറ്റ് പോലും ആയിട്ടില്ല. വിഷ്ണു അത്ഭുതമായി. ഒരു റോബോട്ടായിട്ടുള്ള തനിക്കല്ല സൂപ്പർ സ്പീഡ് ഉള്ളത്, ഇതിപ്പോ വാണ്ടയാണല്ലോ സൂപ്പർ സ്പീഡിൽ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നത്. വാണ്ട, എന്തായാലും നമുക്ക് കുഞ്ഞിനെ കിട്ടാൻ പോവാണല്ലോ. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും ലക്കി ആയിരിക്കും. എന്തായാലും എനിക്ക് എന്റെ ബില്ലിക്കുട്ടനെ കാണാൻ കൊതിയായി. ബില്ലിയോ? ഏയ് ആ പേര് വേണ്ട, നമുക്ക് നമ്മളുടെ മോനെ ടോമി എന്ന് വിളിക്കാം. ആ ടോമിയും കൊള്ളാം, പക്ഷേ ബില്ലിയും കൊള്ളാം. പക്ഷെ നമ്മൾ തമ്മിൽ ഇനി അതിന്റെ പേരിൽ അടികൂടണ്ട. നമുക്ക് തൽക്കാലം ഇതൊരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പൊ പിന്നെ ബില്ലിന്നും ടോമിന്നും ഇടേണ്ടി വരില്ലല്ലോ, പുതിയൊരു പേര് കണ്ടുപിടിക്കേണ്ടി വരും. ഈ സമയത്ത് വാണ്ട ചുമരിൽ ഒരു കൊക്കിന്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പുരാണത്തിലെ കഥകൾ അനുസരിച്ച് ഒരു കൊക്കാണ് വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്നാണ് വിശ്വാസം. അതുകൊണ്ടായിരിക്കും വാണ്ട ഇങ്ങനെ വരയ്ക്കുന്നത്. എന്തായാലും വാണ്ടയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ഇപ്പോഴത്തെ വളർച്ചയുടെ റേറ്റ് വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ആ സ്പീഡ് വെച്ച് നോക്കിയാൽ ഏകദേശം 3 ദിവസത്തിനുള്ളിൽ വാണ്ട എന്തായാലും പ്രസവിക്കും. വിഷൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അത് കേട്ടപ്പോൾ വാണ്ടയ്ക്കും പേടിയായി. എന്നാൽ അവൾ കുറച്ച് വിശ്രമിക്കാന്ന് വിചാരിക്കുന്നു. ഈ സമയത്ത് വിഷനാണെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞിന്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് സൂപ്പർ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് വാണ്ടയ്ക്ക് വയറ്റിൽ ചെറുതായിട്ട് വേദനയൊക്കെ തോന്നാൻ തുടങ്ങിയത്. വിഷൻ വീണ്ടും ആരോഗ്യമാസിക പുറത്തേക്ക് എടുത്തു. വാണ്ട, ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനെ കോൺട്രാക്ഷൻസ് എന്നാ പറയാ. പ്രസവം അടുക്കാറാവുമ്പോഴെങ്ങനെ സംഭവിക്കുന്നത്? 1875 ഇത് കണ്ടുപിടിക്കുന്നത്. വിഷൻ, കാര്യത്തിലേക്ക് വാ. ഓ സോറി ബേബി, ഐ മീൻ ഇങ്ങനെ വന്നാൽ പേടിക്കാനൊന്നുമില്ല. ദയാ ബുക്കി പറയുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പെട്ടെന്ന് ചെറിയ വല്ല വേദന വരുമ്പോ നമ്മൾ ഇങ്ങനെ ശ്വാസം വലിച്ചാൽ മതി. ഹാ ഹാ ഹി ഹി ഹാ ഹാ ഹി ഹി. വാണ്ട അങ്ങനെ ചെയ്തു നോക്കുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഐ ആം സോറി ബേബി, വേറെ വഴിയൊന്നും ബുക്കി പറയുന്നില്ല. പെട്ടെന്ന് അടുക്കളയും മൊത്തം സാധനങ്ങളൊക്കെ ഇരുന്ന് വിറയ്ക്കാനൊക്കെ തുടങ്ങി. അവിടുത്തെ ഇലക്ട്രിസിറ്റി ഒക്കെ ആകെ പ്രശ്നമാകാൻ തുടങ്ങി. ഒരുപക്ഷെ വാണ്ടയ്ക്ക് പ്രസവവേദന വന്നപ്പോ അവളുടെ ഉള്ളിലെ പവർ അവളുടെ കൺട്രോളിൽ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് കാരണം
വെസ്റ്റ് വ്യൂവിലെ മറ്റു വീടുകളിൽ പോലും കറണ്ട് പോയി. അവിടെ ഡോട്ടി ഭർത്താവിന്റെ മുന്നിൽ എനിക്ക് വണ്ണം കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു വരുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും കറണ്ട് പോയി. അതുകൊണ്ട് ഭർത്താവായിട്ടുള്ള ഫില്ലിന് അതിന് ഉത്തരം പറയേണ്ടി വന്നില്ല. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ ബാക്കി വീടുകളിൽ കറണ്ട് പോയെങ്കിലും വാണ്ടയുടെ വീട്ടിൽ ഇപ്പോഴും ലൈറ്റ് കത്തുന്നുണ്ട്. അതും വാണ്ടയുടെ പവർ കൊണ്ടാണ് നടക്കുന്നത്. വാണ്ടയ്ക്ക് കുറച്ച് പേടിയാവാൻ തുടങ്ങി. വിഷൻ, ഈ വെസ്റ്റ് വ്യൂവിൽ നടക്കുന്ന മാറ്റങ്ങളും നമ്മൾ കാണുമെന്ന് ആളുകൾ വിചാരിക്കൂ. അങ്ങനെ പറയാൻ പറ്റില്ല വാണ്ട. പക്ഷേ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നമ്മളൊരു ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കാര്യങ്ങൾ അതിനേക്കാളും കുറച്ചും കൂടി പ്രശ്നമാണ് വേണ്ട. ഇന്നലെ മിസ്റ്റർ ഹാർട്ടും ഭാര്യയും കൂടി ഡിന്നറിന് വന്നപ്പോൾ അദ്ദേഹം വിചിത്രമായിട്ട് പെരുമാറി. നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ വിചിത്രമായിട്ടാണ് പെരുമാറിയത്. ഇപ്പൊ പുറത്ത് മിസ്റ്റർ ഹെർബ് ആണെങ്കിൽ ചെടിക്ക് പകരം മതില് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. വാണ്ട, എനിക്ക് വെസ്റ്റ് വ്യൂവിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുള്ളതായിട്ട് തോന്നുക. വാണ്ടയുടെ മുഖത്ത് ഒരു ടെൻഷൻ കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് ഈ സീൻ മാറി. അതായത് ഈ സീൻ റിവൈൻഡ് ആയി വിഷൻ അവന്റെ മുൻപ് പറഞ്ഞ ലൈനുകൾ വീണ്ടും പറയാൻ തുടങ്ങി. വാണ്ട, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് വ്യൂവിലുള്ളവർ നമ്മളെ പറ്റി കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതോർത്ത് പേടിക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് നല്ലതീ മാത്രം വിശ്വസിക്കാം. യെസ് വിഷൻ, നമുക്ക് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെച്ച് ടെൻഷൻ അടിക്കണ്ട. എന്റെ പേടി അതല്ല, ഇതൊരു റോബോട്ടിന് മനുഷ്യനുണ്ടാകുന്ന കുഞ്ഞായതുകൊണ്ട് ഈ കുഞ്ഞിനെ കാണാൻ എങ്ങനെ ഇരിക്കുക? പകുതി മനുഷ്യനും പകുതി റോബോട്ടും ആയിരിക്കും. എന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ബില്ലി അവന്റെ അമ്മയെ പോലെ പെർഫെക്റ്റ് ആയിരിക്കണം. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ ബില്ലി അല്ല, ടോമി എന്ന് പേരിട്ടാൽ മതി കേട്ടോ. എനിക്കതാ ഇഷ്ടം. അങ്ങനെ അവർ സമാധാനത്തിലിരിക്കുമ്പോഴാണ് വാണ്ടയ്ക്ക് പിന്നെയും ശരിക്കുള്ള പ്രസവവേദന വരുന്നത്. വാണ്ട വേദന കൊണ്ട് കരയാൻ തുടങ്ങി. പക്ഷെ അത് കണ്ടിട്ട് വിഷനാണ് ശരിക്കും പേടിയാവുന്നത്. അവൻ പേടിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്ന് പൊങ്ങാൻ തുടങ്ങി. വിഷൻ, നീയല്ല പറഞ്ഞ് ഇനി 3 ദിവസം എടുക്കുന്നു. ഈ വേദന കണ്ടിട്ട് ഞാൻ ഇപ്പൊ പ്രസവിക്കുന്ന തോന്നുന്നത്. വാണ്ട, ഞാൻ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. പക്ഷെ ഇതിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്പീഡിൽ നമ്മളുടെ കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വാണ്ടയും വിഷനും കൂടി നേരത്തെ ആ ബുക്കി കണ്ട ശ്വാസം വലിക്കുന്ന രീതി ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. വാണ്ടയുടെ വേദന കുറഞ്ഞില്ല, പക്ഷെ വിഷന്റെ ടെൻഷൻ അല്പം കുറഞ്ഞു. അങ്ങനെ അവരൊന്നും കൂടി സമാധാനിച്ച് വരുമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അവിടെ റൂമിനുള്ളിൽ മുകളിൽ നിന്ന് മഴ പെയ്യാൻ തുടങ്ങിയത്. ഈ വെള്ളം എവിടുന്ന് വരുന്നതെന്നറിയില്ല. ഇതും ചിലപ്പോൾ വാണ്ടയുടെ പവർ കാരണമായിരിക്കും. അപ്പോഴാണ് വാണ്ട പറയുന്നത് അവളുടെ വാട്ടർ ബ്രേക്ക് ആയിരുന്നു. അതായത് അവളുടെ പ്രസവം അടുക്കാറായി. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് സീൻ കട്ടായി. വീണ്ടും ഒരു പരസ്യം കടന്നു വരുവാണ്. ഈ പരസ്യത്തിൽ ഒരു സ്ത്രീ വീട്ടിലെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൾ ഭയങ്കര ടെൻഷനില്ല. എല്ലാം അവളെ കൊണ്ട് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികളുടെ കാര്യം നോക്കണം, ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, ഫുഡിന്റെ കാര്യം നോക്കണം. അവൾക്കാകെ വയ്യാതെയായി. ഇപ്പൊ അവൾക്ക് അതിൽ നിന്നൊരു ആശ്വാസം വേണം. അപ്പോഴാണ് ഹൈഡ്രാ സോക്ക് എന്ന് പറയുന്ന ബാത്ത് പൗഡർ അവൾക്ക് കിട്ടുന്നത്. ഈ ബാത്ത് പൗഡർ ഇട്ട് കുളിച്ചു കഴിഞ്ഞാൽ അവളുടെ എല്ലാ ടെൻഷനും മാറി കിട്ടും. നിങ്ങളുടെ ഉള്ളിലെ ദേവതയെ കണ്ടുപിടിക്കൂ, ദ ഹൈഡ്രാ സോക്ക്. ഇങ്ങനെയാണ് പരസ്യം. ഇതിലെ ഹൈഡ്ര എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹൈഡ്ര ഏജൻസി, ഷീൽഡിന്റെ ഉള്ളിൽ തന്നെ നിലനിന്നിരുന്ന ഹൈഡ്ര ഏജൻസി. ഈ ഹൈഡ്ര ഏജൻസിയാണ് ലോക്കിയുടെ സെപ്റ്റർ കൊണ്ടുപോയി അതിലെ മൈൻഡ് സ്റ്റോൺ വെച്ച് വാണ്ടയുടെ മേലും പീട്രോയുടെ മേലും ഒക്കെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് പല കാര്യങ്ങളും പരസ്യത്തിന്റെ ടൈം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും വാണ്ട വിഷൻ സീരീസിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് റൂമിൽ മുഴുവൻ മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അവര് ഒരു മേശയുടെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴ നിന്നു. വാണ്ട പെട്ടെന്ന് അവളുടെ പവർ ഉപയോഗിച്ച് ജനൽ തുറന്ന് അവിടേക്ക് മുഴുവൻ കാറ്റ് വരുത്തുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഉള്ളിൽ എല്ലാ സാധനങ്ങളും ഉണങ്ങി. വാണ്ട എന്തായാലും പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ വിഷൻ നോക്കിയപ്പോൾ അവിടുത്തെ ഫോൺ വർക്ക് ആവുന്നില്ല. അപ്പോഴാണ് വിഷൻ ആലോചിക്കുന്നത്, ഡോക്ടർ വിഷനടുത്ത് പറഞ്ഞിരുന്നു അയാൾ ഉച്ചയ്ക്ക് ഭാര്യയുടെ കൂടെ വെക്കേഷന് പോകുന്നു. പക്ഷെ വാണ്ടയ്ക്ക് തൽക്കാലം ഒട്ടും വയ്യാന്ന് പറയുവാണ്. അതുകൊണ്ട് വിഷൻ വാണ്ടെ ഒറ്റയ്ക്കാക്കി. ഡോക്ടർ വെക്കേഷന് പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വേണ്ടി സൂപ്പർ സ്പീഡിൽ പുറത്തേക്ക് ഓടുവാണ്. വിഷം പോയി കഴിഞ്ഞതോടെ വാണ്ടയ്ക്ക് വീണ്ടും വയറിൽ വേദന വരാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് അവൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. അതെന്താന്ന് നോക്കാൻ വേണ്ടി അവൾ അങ്ങോട്ട് പോവാണ്. പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. ഇപ്പൊ താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം പുറത്ത് ആര് തന്നെയായാലും അവരെ കാണിച്ചാൽ ശരിയാവില്ല. അപ്പൊ തന്നെ അവർക്ക് സംശയം വരും. ഒരാഴ്ച മുന്നേ ഈ വില്ലേജിലേക്ക് വന്ന വാണ്ട എങ്ങനെ ഇത്ര പെട്ടെന്ന് ഗർഭിണിയാവുന്നത്? അതും 8-9 മാസം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞിന്റെ അത്ര വലിപ്പമാണ് വാണ്ടയുടെ വയറിനിപ്പോ ഉള്ളത്. ഇത് കണ്ടാൽ തന്നെ ആരായാലും ഇവരെ സംശയിക്കും. വാണ്ട അതുകൊണ്ട് തന്റെ വയർ കാണാത്ത രീതിയിലുള്ള പുതിയ ഡ്രസ്സ് എടുത്തിട്ട് വാതിൽ തുറക്കുവാണ്. നോക്കിയപ്പോൾ അത് ജെറാൾഡിനാണ്. ജെറാൾഡിൻ വാണ്ടയുടെ കയ്യിൽ നിന്ന് ഒരു ബക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാ. വാണ്ട, നീ ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. നിന്റെ ഈ ജാക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് എന്തെങ്കിലും എനിക്കും കൂടി ഒന്ന് ഇടാൻ തരണം. ഇപ്പൊ ഞാൻ ഒരു ബക്കറ്റ് മേടിക്കാനാ വന്നത്. എന്താ കാര്യം എന്നറിയോ? ഞങ്ങളുടെ സീലിങ്ങിലെ പൈപ്പൊക്കെ പെട്ടെന്ന് പൊട്ടി റൂം മൊത്തം വെള്ളം വരാൻ തുടങ്ങി. ഇപ്പൊ അതൊക്കെ ഒന്ന് കോരി കളയാൻ എനിക്ക് ബക്കറ്റ് വേണ്ടത്. വാണ്ട ബക്കറ്റ് എടുത്തു കൊടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ഓടിപ്പോവാണ്. പക്ഷെ പെട്ടെന്ന് വീണ്ടും അവൾക്ക് വേദന വരാൻ തുടങ്ങി. വാണ്ടയുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് അവളുടെ പവർ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവൾ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് മാറി ഒരു റെയിൻകോട്ടായി. എന്നിട്ട് അത് പിന്നെയും വേറൊരു ജാക്കറ്റായി. പിന്നെ അതൊരു സ്വെറ്ററായി. അങ്ങനെ അത് മാറിക്കൊണ്ടേയിരിക്കുവാണ്. വാണ്ട പോയിട്ട് പെട്ടെന്ന് വരാത്തതുകൊണ്ട് ജെറാൾഡിൻ അങ്ങോട്ട് ചെല്ലുന്നു. ഈ സമയത്ത് വാണ്ടയുടെ മേൽ വേറെ ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ മാഞ്ഞുപോയി. വാണ്ട പെട്ടെന്ന് തന്റെ വയറ് ജെറാൾഡിൻ കാണാതിരിക്കാൻ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് എടുത്ത് കൈ പിടിക്കുവാണ്. ജെറാൾഡിൻ വാണ്ടയുടെ വയർ ശ്രദ്ധിക്കാതെ അതിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് തിന്നുന്നു. അത് കഴിഞ്ഞ് ജെറാൾഡിൻ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ കാര്യങ്ങളൊക്കെ വാണ്ടയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് വാണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ നേരത്തെ ചുമരി വരച്ചുകൊണ്ടിരുന്ന ആ കൊക്കുണ്ടല്ലോ, അതിപ്പോ ജീവൻ വെച്ച് പുറത്തിറങ്ങി നടക്കുന്നു. ആക്ച്വലി വാണ്ടയ്ക്ക് ഇങ്ങനെയൊക്കെ പവർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ വാണ്ട പോലും ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ വാണ്ട അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. അവൾ ആ കൊക്കിനെ മാച്ച് കളയാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിന് പറ്റുന്നില്ല. പെട്ടെന്ന് കൊക്കിന്റെ ശബ്ദം കേട്ട് ജെറാൾഡിൻ ചാടി എഴുന്നേറ്റു. പക്ഷെ അപ്പോഴേക്കും ഭാഗ്യത്തിന് കൊക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വാണ്ടയ്ക്ക് വീണ്ടും വയറ്റിൽ വേദന വരുന്നുണ്ട്. പക്ഷെ അവൾക്കത് പുറത്ത് ജെറാൾഡിന്റെ അടുത്ത് കാണിക്കാൻ
സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ദേ പിന്നെയും കയറി വരുന്നു കൊക്ക്. ജെറാൾഡിൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും കൊക്ക് വീണ്ടും അവിടെ നടന്നുപോയി. കുറച്ചു നേരം കൂടി ജെറാൾഡിൻ കഥകളൊക്കെ പറഞ്ഞ് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോകാൻ പോവായിരുന്നു. പക്ഷെ വാണ്ട പെട്ടെന്ന് അവൾ തടയുന്നു. കാരണം അവിടെ പിന്നിലായിട്ട് ആ കൊക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഭാഗ്യത്തിന് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ആ കൊക്ക് വാണ്ട എവിടെയാണോ കൊക്കിന്റെ പടം വരച്ചത് അവിടെ തന്നെ പോയി നിൽക്കുവാണ്. അതുകൊണ്ട് ജെറാൾഡിൻ തിരിഞ്ഞു നോക്കിയത് കണ്ടപ്പോ കൊക്കിനെ അവൾ ശ്രദ്ധിച്ചില്ല. പകരം അവിടെ കിടക്കുന്ന ആട്ടുതൊട്ടിലാണ് ജെറാൾഡിൻ ശ്രദ്ധിക്കുന്നത്. ജെറാൾഡിന് കാര്യം മനസ്സിലായി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും വാണ്ടയ്ക്ക് പിന്നെയും വയറ്റിൽ വേദന വന്ന് അവളുടെ കയ്യിലിരുന്ന ഒരു പാത്രം താഴെ വീണ് പൊട്ടുവാണ്. അപ്പൊ ജെറാൾഡിന് ശരിക്കും മനസ്സിലായി വാണ്ട ഗർഭിണിയാണെന്ന്. അതും കുറച്ചൊന്നുമല്ല, ഏകദേശം 8-9 മാസം ഗർഭിണി. വാണ്ട പ്രസവിക്കാറായിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ ട്രിപ്പ് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്തിന് എന്തോ കാരണം കൊണ്ട് അയാളുടെ കാർ കേടായി. അതുകൊണ്ട് അങ്ങേര് ട്രിപ്പ് പോകാൻ പറ്റാതെ അവിടെ നിൽക്കുക. ഈ സമയത്താണ് വിഷൻ അങ്ങോട്ട് വരുന്നത്. ഈ സമയത്ത് എമർജൻസി ആയതുകൊണ്ട് തന്റെ സൂപ്പർ സ്പീഡ് ഡോക്ടർ കാണുന്നുണ്ടോന്നൊന്നും വിഷൻ ശ്രദ്ധിക്കുന്നില്ല. ഡോക്ടർ ഭാരിക്കുന്നതിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. വിഷൻ മറുപടിയൊന്നും പറയാതെ അങ്ങേരെ എടുത്തുകൊണ്ട് സൂപ്പർ സ്പീഡിൽ തിരിച്ച് വീട്ടിലേക്ക് ഓടുവാണ്. ഡോക്ടറിന്റെ ഭാര്യയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. പക്ഷെ കാർ കേടായതുകൊണ്ട് തൽക്കാലം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ സമയത്ത് ജെറാൾഡിനാണ് വാണ്ടയെ പ്രസവിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. വാണ്ട ഇങ്ങനെ പെട്ടെന്ന് പ്രഗ്നന്റ് ആയിട്ട് കണ്ടതുകൊണ്ട് ജെറാൾഡിൻ കാര്യമായിട്ട് സംശയമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. വേദനയെടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വാണ്ടയ്ക്ക് ജെറാൾഡിൻ കോൺഫിഡൻസ് കൊടുക്കുകയാണ്. നിന്നെ കൊണ്ട് പ്രസവിക്കാൻ പറ്റും വാണ്ട, ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ജെറാൾഡിൻ വാണ്ടയെ സഹായിക്കുന്നുണ്ട്. ഈ സമയത്ത് വാണ്ട വേദനയെടുത്ത് കരയുന്നതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായ പോലെ വീട്ടിൽ പല സ്ഥലത്തായിട്ട് പല മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ജെറാൾഡിന്റെ സഹായത്തോടെ കുറച്ച് കഷ്ടപ്പെട്ട് വേദനിച്ചിട്ടാണെങ്കിലും വാണ്ട ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നു. അതവർ വിചാരിച്ച പോലെ തന്നെ ഒരു ആൺകുട്ടിയായിരുന്നു. വാണ്ടയ്ക്കും ജെറാൾഡിനും സന്തോഷമായി. ജെറാൾഡിൻ കുഞ്ഞിനെ വാണ്ടയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കുഞ്ഞിന്റെ മേൽ ബ്ലഡോ വേറെ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. സാധാരണ ഒരു കുട്ടി ജനിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവണമല്ലോ, പക്ഷെ ഇവിടെ അതൊന്നുമില്ല. വാണ്ടയ്ക്ക് കുഞ്ഞിനെ കണ്ട് ഭയങ്കര സന്തോഷമായി. ഈ സമയത്താണ് വിഷൻ ഡോക്ടറെ കൊണ്ട് ഓടി വരുന്നത്. കുഞ്ഞുണ്ടായത് കണ്ടപ്പോൾ വിഷനും സന്തോഷം അടക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് വാണ്ടയുടെയും വിഷന്റെയും പ്രൈവറ്റ് ആയിട്ടുള്ള ഈ മൊമെന്റ് കളയണ്ടെന്ന് വെച്ച് ജെറാൾഡിൻ ഡോക്ടറെയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ്. വിഷൻ സൂപ്പർ സ്പീഡിൽ വന്നുകൊണ്ട് തന്നെ ഡോക്ടർക്ക് താൻ ഇത്ര പെട്ടെന്ന് ഇവിടെ എങ്ങനെ എത്തിയെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും വിഷൻ അവന്റെ മനുഷ്യമുഖം മാറ്റി ശരിക്കുള്ള റോബോട്ടിക് മുഖം പുറത്തു വരുത്തുവാണ്. വിഷന്റെ ശരിക്കുള്ള മുഖം തന്റെ കുഞ്ഞ് തന്നെ റിയൽ ആയിട്ട് തന്നെ കാണട്ടെ എന്ന് വെച്ചിട്ടാണ് വാണ്ട വിഷ്ണുവോട് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഈ സമയത്ത് വിഷൻ ആ കുഞ്ഞിനെ എടുത്തിട്ട് അവനെ ടോമി എന്നാണ് വിളിക്കുന്നത്. അതായത് നേരത്തെ വാണ്ട കുഞ്ഞിനിടാൻ ആഗ്രഹിച്ച പേരാണ് ടോമി. വിഷൻ പറഞ്ഞ പേര് ബില്ലി എന്നുമായിരുന്നു. പക്ഷെ വിഷനെ സംബന്ധിച്ച് വാണ്ടയുടെ സന്തോഷമാണ് അവൻ ഏറ്റവും വലുത്. അതുകൊണ്ട് വാണ്ടയ്ക്ക് ഇഷ്ടപ്പെട്ട ടോമി എന്നുള്ള പേര് തന്നെ വിഷൻ ആ കുഞ്ഞിനിടുവാണ്. അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് വാണ്ട പിന്നെയും അലറിക്കരയുന്നത്. അതായത് ഒരു കുഞ്ഞല്ല, രണ്ടാമത് മറ്റൊരു കുഞ്ഞും കൂടി വരാൻ പോവാണ്. അതായത് വാണ്ടയ്ക്ക് ഇരട്ട കുട്ടികളാണ് പിറക്കാൻ പോകുന്നത്. ഈ സമയത്ത് സീൻ കട്ടാവുന്നു. ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ ഊഹിച്ചെടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ജെറാൾഡിൻ ഡോക്ടർ അങ്ങോട്ട് വരുന്നു. എല്ലാവരുടെയും സഹായത്തോടെ വാണ്ട വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ആദ്യത്തെ കുഞ്ഞിന് ടോമി എന്ന് പേരിട്ടതുകൊണ്ട് ഈ കുഞ്ഞിന് തീർച്ചയായിട്ടും അവര് ബില്ലി എന്നാണ് പേര് കൊടുത്തത്. അങ്ങനെ 2 ഇരട്ട കുട്ടികൾ, ബില്ലിയും ടോമിയും. വാണ്ടയുടെയും വിഷന്റെയും ജീവിതം കൂടുതൽ സന്തോഷത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഡോക്ടർ ആ കുഞ്ഞുങ്ങളെ നോക്കി അവർക്ക് വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്ന് പറയുന്നു. എന്തായാലും ഡോക്ടർ ജെറാൾഡിനോട് അവൾക്കൊരു നഴ്സ് ആവാനുള്ള എല്ലാ യോഗ്യത ഉണ്ടെന്ന് പറയുന്നു. അത്രയും നന്നായിട്ടാണ് അവൾ വാണ്ടയെ പ്രസവിക്കാൻ സഹായിച്ചത്. അവൾക്ക് സന്തോഷമായി. വാണ്ട വിഷ്ണുവോട് ഡോക്ടറെ കൊണ്ടാക്കിയിട്ട് വരാൻ പറയുന്നു. പക്ഷെ ഡോക്ടർ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഈ വട്ടം നടന്നു പോയാൽ മതി, നേരത്തെ വന്നതുപോലെ അത്രയ്ക്ക് സ്പീഡ് വേണ്ടെന്ന്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിഷൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഐ എം റിയലി സോറി ഡോക്ടർ, ഞങ്ങൾ കാരണം ഡോക്ടറുടെ ട്രിപ്പ് വൈകിയല്ലേ. ഓ വിഷൻ, ട്രിപ്പിന്റെ കാര്യം, ആ ട്രിപ്പ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. കറക്റ്റ് സമയത്തിന് കാർ കേടായി. അത് മാത്രമല്ല വിഷൻ, ഈ ചെറിയ ഗ്രാമങ്ങളല്ലേ നമ്മുടെ ഈ വെസ്റ്റ് വ്യൂ ഒക്കെ, ഇവിടുന്നൊക്കെ പുറത്തു പോയി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതല്പം ബുദ്ധിമുട്ടാ. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ നടന്നുപോയി. അങ്ങനെ എന്തോ ഉദ്ദേശിച്ചെന്ന് വിഷൻ മനസ്സിലായില്ല. ഈ സമയത്ത് ഹെർബും ആഗ്നസും കൂടി എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക. വിഷൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ വിഷൻ വരുന്നത് കണ്ട് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക് മാറ്റി. ചിലപ്പോൾ വാണ്ടയും വിഷനെയും പറ്റി വല്ല പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നതായിരിക്കും. വിഷൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഉള്ളിൽ വാണ്ടയുടെ കൂടെ ആ ജെറാൾഡിൻ അങ്ങനെ ഉണ്ടോ? യെസ് ആഗ്നസ്, വാണ്ടയുടെ കൂടെ അകത്ത് ജെറാൾഡിൻ ഇരിക്കുന്നുണ്ടല്ലോ, അതിനെന്താ? അല്ല, ആളുകളെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണല്ലോ. ഈ ജെറാൾഡിന് ഇവിടെ കുടുംബമൊന്നുമില്ല, അവൾക്കൊരു ഭർത്താവോ കുഞ്ഞോ ഒന്നുമില്ല. അതിനിപ്പോ എന്താ ആഗ്നസ്? അവൾ ഞങ്ങളുടെ അടുത്ത് നന്നായിട്ടാണല്ലോ പെരുമാറുന്നത്. വിഷന് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ, അവൾക്ക് ഇവിടെ വീട് പോലും ഇല്ല, അവളുടെ അഡ്രസ് പോലും ആർക്കും അറിയില്ല. ആഗ്നസ് എന്താ പറഞ്ഞു? അഡ്രസ് ഇല്ലാതെ പിന്നെ ജെറാൾഡിൻ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? വിഷൻ, അവൾ ഇവിടുത്തെ ആളല്ല, അവൾ എവിടുന്നാ വന്നേന്ന് വെച്ചാ, അതായത് നമ്മളൊക്കെ എന്ന കാര്യം നിങ്ങൾ ശരിക്കും തെളിച്ചൊന്ന് പറ. അല്ല വിഷൻ, അത് എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ഒരു എന്താ ഹെർബ്, താൻ എന്താ പറയാൻ ശ്രമിക്കുന്നത്? ഹെർബ് സ്റ്റോപ്പ്, മതി പറഞ്ഞത്, കൂടുതലൊന്നും പറയണ്ട. ഓക്കെ വിഷൻ, അതൊന്നുമില്ല, നീ കാര്യമാക്കണ്ട. ഹെർബ് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പൊ ശരി, ഞാൻ പോട്ടെ. അങ്ങനെ പറഞ്ഞ ആഗ്നസ് പോയി. പക്ഷെ വിഷൻ അപ്പോഴും ഹെർബ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെ പറ്റി ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. ഈ സമയത്ത് ഹെർബും അപ്പൊ പിന്നെ കാണാന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. വിഷൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. ജെറാൾഡിന് ഇവിടെ വീടോ അഡ്രസ്സും ഇല്ലെന്നാണ് ആഗ്നസ് പറയുന്നത്. ഹെർബ് ആണെങ്കിൽ കംപ്ലീറ്റ് ആക്കാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. വിഷൻ കുറച്ചു സമയം അതവിടെ ആലോചിച്ച് നിൽക്കുവാണ്. ഈ സമയത്തുള്ളിൽ മറ്റു ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. എന്റെ പൊന്നു വേണ്ട, എന്ത് രസവും നിന്റെ പിള്ളേരെ കാണാൻ. 2 ഇരട്ട കുട്ടികൾ, നിന്റെ ഭംഗി ശരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ജെറാൾഡിൻ. പറഞ്ഞു വരുമ്പോ ഞാനും ഒരു ഇരട്ട കുട്ടിയാ. എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, പിയട്രോ എന്നായിരുന്നു അവന്റെ പേര്. അങ്ങനെ പറഞ്ഞ് വാണ്ട കുറച്ച് പഴയ ഓർമ്മകളിലേക്ക് പോവാണ്. വാണ്ടയുടെ സഹോദരൻ പിയട്രോയെ നമ്മൾക്ക് അറിയാം. ഇപ്പൊ വാണ്ട അവളുടെ ഇരട്ട കുട്ടികൾക്ക് ഒരു പാട്ട് പാടി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ പെട്ടെന്നാണ് ജെറാൾഡിൻ ഒരു കാര്യം പറയുന്നത്. വാണ്ട, നിന്റെ സഹോദരൻ
പിയട്രോ അവനെ എനിക്ക് മനസ്സിലായി. പക്ഷെ അൾട്രോൺ പിയട്രോയെ കൊന്നുകളഞ്ഞില്ല വേണ്ട. നീ എന്താ ജെറാൾഡിൻ പറഞ്ഞത്? നീ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് ചോദിച്ചേ? വാണ്ട, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. നമുക്ക് നിന്റെ പിള്ളേരെ പറ്റി സംസാരിക്കാം. അതല്ല ജെറാൾഡിൻ, നീ പിയട്രോയെ കുറിച്ച് എന്താ ഇപ്പൊ തന്നെ പറഞ്ഞു? പിയട്രോയെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ പോയി വിശ്രമിക്കും, ഞാൻ പിള്ളേരെ നോക്കിക്കോളാം. അതിന്റെ ആവശ്യമില്ല ജെറാൾഡിൻ, നീ ഇപ്പൊ ഇവിടുന്ന് പോകണം. അയ്യോ വേണ്ട, ഞാനതൊന്നും ചെയ്തില്ലല്ലോ. അപ്പോഴാണ് വേണ്ട ജെറാൾഡിന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മാല കാണുന്നത്. അതിൽ ഒരു സ്വോർഡിന്റെ സിമ്പൽ ഉണ്ട്, ഒരു വാളിന്റെ ചിഹ്നം. ഈ സ്വോർഡിന്റെ സിമ്പലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടത്. വാണ്ടാവിഷൻ എന്ന് പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഷോ ആരോ ഒരു ചെറിയ TV വെച്ച് പുറത്തിരുന്ന് കാണുന്നതായിട്ട് നമ്മൾ കണ്ടു. അവരുടെ സ്ക്രീനിലും ഇതേപോലെ തന്നെ ഒരു സ്വോർഡ് സിമ്പിൾ നമ്മൾ കണ്ടതാണ്. എന്താ ഇത്? നിന്നെ കഴുത്തി കിടക്കുന്ന മാല, ആ സിമ്പിൾ എന്താ ജെറാൾഡിൻ ഇതൊക്കെ? നീ ശരിക്കും ആരാ? നീ എവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്? വാണ്ട, എനിക്കറിയില്ല. ഐ എം സോറി, ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വന്നതല്ല. വാണ്ട പെട്ടെന്ന് അവളുടെ ഇതുവരെ കാണാത്തൊരു ഭാവം പുറത്തേക്ക് എടുക്കുവാണ്. അതുവരെ സന്തോഷത്തോടെ നിന്നിരുന്ന വാണ്ട ഇപ്പൊ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് വിഷ്ണുള്ളിലേക്ക് കയറി വരുന്നു. ഇപ്പൊ വിഷ്ണു അവന്റെ മനുഷ്യന്റെ തല മാറ്റി അവന്റെ ശരിക്കുള്ള മുഖമാണ് പുറത്തെടുത്തിരിക്കുന്നത്. പക്ഷെ ഉള്ളി വന്ന് നോക്കിയപ്പോ ജെറാൾഡിനെ കാണാനില്ല. വാണ്ട, ജെറാൾഡിൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അവളോട് പോയി. അവൾ പോയി വിഷ്ണു. അവൾ ഞാൻ തിരിച്ചയച്ചു. ജെറാൾഡിൻ ഇപ്പോ എത്തേണ്ട സ്ഥലത്ത് എത്തി കാണും. പെട്ടെന്ന് സ്ക്രീൻ കുറച്ച് ചേഞ്ച് ആവുകയാണ്. ഇതുവരെ നമ്മൾ പലതും കണ്ടു. വാണ്ടി വിഷ്ണു ആദ്യം ജീവിതം തുടങ്ങിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. പിന്നീട് അത് കളറായി മാറി. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന സ്ക്രീൻ ശരിക്കുള്ള മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉള്ളതുപോലെയുള്ള ഒരു സ്ക്രീനാണ്. അതായത് യഥാർത്ഥ ലോകം. കാര്യം മനസ്സിലായില്ലല്ലേ? കുഴപ്പമില്ല. അവിടെ വെസ്റ്റ് വ്യൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ കാണുന്ന സ്ഥലമായിരിക്കണം വെസ്റ്റ് വ്യൂ. പെട്ടെന്ന് അവിടേക്ക് എന്തോ ഒരു പോർട്ടൽ പോലെ തുറന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് ജെറാൾഡിൻ പുറത്തേക്ക് തെറിച്ച് വീഴുവാണ്. ജെറാൾഡിൻ എനിക്കാൻ പോലും വയ്യ. അവളുടെ ചുറ്റും ഒരുപാട് പോലീസ് കാറുകളും ഹെലികോപ്റ്ററൊക്കെ വരുവാണ്. ഇവിടെ കുറെ ആളുകൾ വന്ന് ക്യാമ്പൊക്കെ ഇട്ട് തമ്പടിച്ച് കൂടിയിരിക്കുക. കാര്യം എന്താണെന്ന് അറിയില്ല. എല്ലാവരും ജെറാൾഡിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അവിടെ സീൻ കട്ടാവുന്നു. ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ ആളുകളൊക്കെ എന്തിനെങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നേ? വാണ്ട എങ്ങനെ ഇത്ര പെട്ടെന്ന് ഗർഭിണിയായി? എങ്ങനെ കുഞ്ഞിങ്ങനെ ഇത്ര പെട്ടെന്ന് വളർന്നു? വിഷൻ സൂപ്പർ സ്പീഡ് പുറത്തെടുത്തിട്ടും വാണ്ട ഇത്ര പെട്ടെന്ന് ഗർഭിണിയായിട്ടും എന്തുകൊണ്ട് ഡോക്ടറും ജെറാൾഡിനെ അവരെ സംശയിക്കുന്നില്ല? എങ്ങനെയാണ് വാണ്ട പെട്ടെന്ന് ഇങ്ങനെ കുട്ടികൾ പ്രസവിച്ചത്? അതുമൊട്ടും നോർമൽ അല്ലാത്ത രീതിയിൽ. എന്താണ് ആഗ്നസും ഹെർബും പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തിനാണ് ഹെർബ് മതിൽ മുറിച്ചത്? വിഷം വന്നപ്പോ എന്തിനൊരു ടോപ്പിക് മാറ്റി? എന്തിനാണ് ജെറാൾഡിനെ പറ്റി ആഗ്നസ് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൾ പറഞ്ഞതൊക്കെ ശരിയാണോ? ഹെർബ് എന്തോ പറയാൻ വന്നപ്പോ ആഗ്നസ് എന്തിനത് വേണ്ടാന്ന് പറഞ്ഞു. ജെറാൾഡിൻ പിയട്രോയെ പറ്റി പറഞ്ഞപ്പോ വാണ്ട എന്തിനാണ് ദേഷ്യപ്പെട്ടത്? എന്തിനാണ് ജെറാൾഡിൻ വാണ്ടയെ പേടിച്ചത്? ജെറാൾഡിന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്പോർട് സിംബൽ എന്താണ്? വാണ്ട ജെറാൾഡിൻ എന്ത് ചെയ്തു? ജെറാൾഡിൻ എങ്ങോട്ടാണ് ഈ തെറിച്ചു വന്ന് വീണത്? അവിടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ആരാണ്? ഒരുപാട് ചോദ്യങ്ങൾ. പക്ഷെ അടുത്ത എപ്പിസോഡുകളിൽ ഇതിനൊക്കെ ഉത്തരം കിട്ടുമായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്. Well, I better get going.